ടോട്ടൽ ചാർജസിൻ്റെ സീറോ വെച്ച് ഫില്ല് ചെയ്ത് വരാൻ ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് മീഡിയൻ യൂസ് ചെയ്യാണ്ട് ആ ഒരു വാല്യൂ സീറോ മാത്രം വെച്ച് ഫില്ല് ചെയ്യുന്നത്? ഒരു 11 മിസ്സിങ് വാല്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു എംപ്റ്റി സ്പേസ് ആയിരുന്നു അത്. അവിടെ വാല്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വാല്യൂസ് ആക്ച്വലി കൺവേർട്ട് ചെയ്തിട്ട് ഇത് സീറോ വെച്ച് ഫില്ല് ചെയ്തിട്ടാണ്. റീസൺ അറിയാം. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അതിലൊരു സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. ഇതിലൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ? ഈ ഒരു 11 മിസ്സിങ് വാല്യൂസ് അല്ലാണ്ട് ജസ്റ്റ് ഒരു എംപ്റ്റി സ്പേസസ് വന്ന കേസ് ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ? ആ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്പേസസ് നമ്മൾ മാനുവലി സീറോ വെച്ചിട്ട് ഫില്ല് ചെയ്തു. മീഡിയനോ മോഡോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ട്. അതിൻ്റെ റീസൺ അറിയായിരുന്നു. ഈ ഒരു ഡാറ്റ സെറ്റിൽ ആക്ച്വലി ഒരു 11 വാല്യൂസ് ആ ഒരു എംപ്റ്റി സ്പേസസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഈ ടെലികോം ചേണിങ് ഇല്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ജിയോയോ എയർടെലോ ആ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരാൾ ലീവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നാണ് ഔട്ട്കം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏർലി സ്റ്റേജസിൽ അവർ ഇപ്പോൾ പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിം എടുത്തിട്ട് അവിടെ നിന്ന് ടോട്ടലി സ്വിച്ച് ചെയ്ത് പോകാനുള്ള കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഫ്രീ സിമ്മൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ടൈമിൽ അവർക്ക് ആ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചാർജസ് അവർ പേ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇവർ ഏർലി സ്റ്റേജിൽ തന്നെ പോയതുകൊണ്ട് അവർക്ക് ടെനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും വരുന്നില്ല. ടെനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ വരുന്നത് അവർ എത്ര മാസം ആ ഒരു സർവീസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ടെനർ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ഇതാണ്. ഇതിപ്പം 34 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 34 മന്ത്സ് എന്നാണ്. ആൻഡ് 1 എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മന്ത് എന്നാണ്. 45 മന്ത്. സോ എത്ര മന്ത് അവർ ആ ഒരു കമ്പനിയുടെ സർവീസസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെനറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു സീറോ വെച്ചിട്ട് മാനുവലി ഫില്ല് ചെയ്തേക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മന്ത് കഴിഞ്ഞാലല്ലേ ഉള്ളൂ ആ ഒരു ഇവിടെ 1 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ മന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സീറോ തന്നെയല്ലേ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു 27 ഡേ യൂസ് ചെയ്തിട്ട് പോയാലും 1 മന്തായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കി ഒരു 30യോ അല്ലെങ്കിൽ ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ 28, 29 ആ ഒരു റേഞ്ചിലേ എടുക്കാൻ പറ്റുള്ളൂ. 27 ആണെങ്കിൽ കൂടി അത് 1 മന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസിൽ ഏർലി സ്റ്റേജസിൽ ലീവ് ചെയ്ത് പോയവരെയാണ് ആ സീറോ മന്ത് എന്ന് പറഞ്ഞിട്ട് ടെനറിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർക്ക് അധികം ചാർജസും വന്നിട്ടുണ്ടാവില്ല. സോ ആ ഒരു ടൈമിൽ നമ്മളൊരു മീൻ വാല്യൂ ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്പെൻഡിങ് ആവറേജ് ഒരു 1000 റുപ്പീസോ അല്ലെങ്കിൽ 2000 റുപ്പീസോ ആണെന്ന് വയ്ക്കുക. അതിൻ്റെ ഒരു മീൻ വാല്യൂ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു എമൗണ്ട് ആക്ച്വലി എററായിട്ടാണ് കയറുന്നത്. അപ്പോൾ 2000 രൂപ അവർ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മീഡിയനോ വെച്ച് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യാത്ത എമൗണ്ടാണ് നമ്മൾ ആക്ച്വലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചാർജസ് വരുന്നില്ല. അതും ഒരു 1 വീക്കിൽ താഴെയാണ് അവർ ആ ഒരു സർവീസ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കേസിൽ അവിടെ അവർക്ക് സ്പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതാണ് ടോട്ടൽ ചാർജസ് എന്ന് പറഞ്ഞിട്ട് അവിടെ സീറോ വരാൻ കാരണം. ആ ഒരു വാല്യൂ തന്നെ നമ്മളൊരു ആവറേജ് നമ്മൾ എന്താ
എന്താണ് ഈ ഉപയോഗിക്കാതിരിക്കുമോ? റോ എങ്ങനെ മനസ്സിലായില്ല? ആ സീറോ വന്ന റോ ഇല്ലേ, ആ, അത് നമ്മൾ ഡാറ്റ അത് അനലൈസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഉപയോഗിക്കാതിരിക്കുമോ? കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ അവർ കസ്റ്റമേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു 1 മന്തിൻ്റെ മുന്നേ തന്നെ ലീവ് ചെയ്ത് പോയവരാണ് അവർ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചേൺ അനാലിസിസ് അല്ലേ. ചേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ അതോ കമ്പനി ലീവ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇത് ടെലികോമിൻ്റെ ആയതുകൊണ്ട് ആ ഒരു ഓപ്പറേറ്ററിനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിയോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ജിയോയിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ ലീവ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടെനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ എടുക്കുമ്പോൾ അത് മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ടോട്ടൽ ചാർജസ് എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു ഇയറിലൊക്കെ ചെക്ക് ചെയ്യുന്നതാവും. സോ ആ ഒരു ഇത് ചെക്ക് ചെയ്യുമ്പോൾ മന്ത്ലി ഉള്ള ചാർജ് ഇൻറ്റു 12 അല്ലെങ്കിൽ ഇൻറ്റു 6 ആവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് ഏർലി സ്റ്റേജിൽ തന്നെ ഒരു 1-2 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു മന്ത് ആവുന്നതിൻ്റെ മുന്നേയൊക്കെ ഇവർ ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ജിയോയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഓഫർ ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ചാർജ് അവിടെ വരുന്നില്ല. അപ്പോൾ അവർക്ക് ചാർജ് വരാത്ത കേസിൽ നമ്മൾ ആ ഒരു ചാർജിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീഡിയൻ ആ ഒരു ടൈപ്പിലൊക്കെ ഫില്ല് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി എററല്ലേ വരിക. അവർ പൈസ സ്പെൻഡ് ചെയ്തിട്ടുമില്ല, അതേപോലെ തന്നെ അവർ ആ ഒരു ഇതിന്ന് ഏർലി സ്റ്റേജിൽ നിന്ന് ഔട്ടായി പോയിട്ടുമുണ്ട്, നിർത്തിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പൈസ അവർ സ്പെൻഡ് ചെയ്തിട്ടുമില്ല, പക്ഷെ ആ ഒരു എമൗണ്ട് ഇവിടെ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് വെച്ച് ഫില്ല് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ആ ഒരു ടോട്ടൽ ചാർജസിൻ്റെ എത്രയാണോ ആവറേജസ് വരുന്നത് അത് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് എററല്ലേ. അതുകൊണ്ടാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് മാനുവലി അവിടെ 0 വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇത് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഒരു 5 സ്റ്റാർ ഉള്ളത് നമ്മൾ ഒരു മീഡിയനും അല്ലെങ്കിൽ ആവറേജൊക്കെ വെച്ച് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും 5 സ്റ്റാറിൻ്റെ ഫെസിലിറ്റീസ് ആവും. അതേസമയം നമ്മൾ 2 സ്റ്റാർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണമെങ്കിൽ അത് ടോട്ടലി ആ ഒരു റിയൽ വേൾഡിൽ ആ ഒരു റെസ്റ്റോറൻറ്റിനെ ബാധിക്കില്ലേ. അതേപോലെ തന്നെ ഇവിടെ കസ്റ്റമർ ഉണ്ട്, പക്ഷേ കസ്റ്റമർക്ക് ഈ ഒരു ഏർലി സ്റ്റേജിൽ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുകൊണ്ട് അവർക്ക് അധികം ചാർജസും അങ്ങോട്ട് പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഒരു കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ആവറേജ് വെച്ച് ഫില്ല് ചെയ്താൽ അവിടെ ഒരു എറർ വരും. അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പിൽ 0 വെച്ച് മാത്രം മാനുവലി ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിലൊരു സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചറിനെ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഈ കാറ്റഗറിക്കലൊക്കെ ആക്കിയിട്ട് നോക്കിയിരുന്നില്ലേ, ഓരോ ഉള്ള ഫീച്ചർ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ റീയൂസ് ചെയ്യുന്ന ടൈപ്പൊക്കെ അതുപോലെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. കൺവേർട്ട് സീനിയർ സിറ്റിസൺസ് ടു കാറ്റഗറിക്കൽ. ഇതിൽ ആക്ച്വലി ന്യൂമറിക്കലാണ് കിടക്കുന്നത്, പക്ഷേ അതൊന്നുകൂടി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് ചെയ്ത് നോക്കുന്നു എന്നേ ഉള്ളൂ. സോ കൺവേർട്ടിങ് സീനിയർ സിറ്റിസൺ ഫ്രം ഇൻറ്റീജർ ടു കാറ്റഗറിക്കൽ. നമ്പേഴ്സായിട്ട് അത് കിടക്കുന്നത് 0, 1 എന്നുള്ളത്. അതിന് നമ്മൾ മാപ്പ് ചെയ്യുന്ന പോലെ 0ക്ക് നോ എന്നും കൊടുത്തു, 1ന് എസ് എന്നും കൊടുത്തു. കാറ്റഗറിക്കലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രിൻറ്റ് വാല്യൂസ് DF പ്രോസസ്ഡ് സീനിയർ സിറ്റിസൺ യൂണീക്ക്. ഇതിൽ യൂണീക്കായിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോ എസ് മാത്രമായിരിക്കും ആ 0, 1 എന്നുള്ളത് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ. ദെൻ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാണ്, ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അഗെയിൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻകോഡിങ് ഇതൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഫില്ലായി പോയിക്കോളും. ഓക്കെ, ഇതിന് ഒരു റാങ്കിങ്ങോ പരിപാടിയൊന്നും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു കാറ്റഗറിക്കലിലോട്ട് അഗെയിൻ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ എൻകോഡ് ചെയ്യുന്നത്. ഓക്കെ,
ഈ ടൈപ്പിനെ തന്നെ എൻകോഡ് ചെയ്യുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേബൽ എൻകോഡർ എന്നാണ്. അവിടെ റാങ്കിങ്ങോ പരിപാടികളോ ഒന്നും ഒരു ഫീച്ചറിനും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫീച്ചറിനെ തന്നെ കൺവേർട്ട് ചെയ്യേണ്ട ഫീച്ചേഴ്സിനെ ലേബൽ എൻകോഡർ എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. DF പ്രോസസ്ഡ് ഓഫ് ചേൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചേൺ എന്നുള്ളതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ലേബൽ എൻകോഡർ. ചേണിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് നോ എന്നാണ് കിടക്കുന്നത്. അതായത് അയാൾ ലീവ് ചെയ്തിട്ടുണ്ടോ ലീവ് ചെയ്തിട്ടില്ലേ എന്നുള്ള ടൈപ്പാണ് അവിടെ കിടക്കുന്നത്. ദെൻ എൻകോഡിങ് എന്നുള്ളത് ലേബൽ എൻകോഡർ ഡോസ് ക്ലാസ്സസ്. നമ്മൾ ഡിക്ഷണറി സിപ്പ് ചെയ്യുന്ന പോലെ ഇന്യൂമറേറ്റ് ചെയ്തില്ലേ, രണ്ട് വേരിയബിൾസ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരുപോലെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത് രണ്ടും സിപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ഇപ്പോൾ എൻകോഡിങ് എന്നുള്ള ഒരു ടൈപ്പ്. ക്ലാസ്സസും ആ ക്ലാസ്സസ് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് സിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏജും ഉണ്ട്, അയാളുടെ ഇൻകം ഉണ്ട്. അത് സിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന പോലെ ഓക്കെ. അതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നോ എന്നുള്ളത് 0 വരും. ദെൻ ചേൺ എന്നുള്ളത് ആ ഒരു 0 ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ചേൺ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ലീവ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അതിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു ചേൺ എന്നുള്ളത് 1 വരിക എന്നുണ്ട്, ലീവ് ചെയ്ത് പോയി എന്നാണ്. അതിൻ്റെ ഡോട്ട് സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. സോ അതിൽ എൻകോഡിങ് കഴിഞ്ഞപ്പോൾ ഈ ഒരു നോ എന്നുള്ളത് അതിൻ്റെ ടൈപ്പ് np.int64 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ടായി. ആൻഡ് എസ് എന്നുള്ളതും np.int64 1 എന്നുള്ള ആ ഒരു ടൈപ്പ് കൂടി കൺവേർട്ടായി. സോ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ അതിന് 5174 വാല്യൂസ് നോ എന്നുള്ള കാറ്റഗറി, എസ് എന്നുള്ളത് 1869 വാല്യൂസ് ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ദെൻ ഇതിൽ സെയിം പ്രഡിക്ഷൻ തന്നെയാണല്ലോ വരിക. ഇപ്പം നേരത്തെ നമ്മൾ അങ്ങനത്തെ ഏതാ സിപ്പ് എന്നുള്ള ലൈനല്ലേ? ഓക്കെ, ഈ സിപ്പ് എന്നുള്ള യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഒപ്പം യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മളൊരു സംഭവം സിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, രണ്ടെണ്ണം കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ക്ലാസ്സസും ഈ ട്രാൻസ്ഫോം ചെയ്യുന്ന വാല്യൂവും കൂടി ഒരുമിച്ചെടുക്കാനാണ് അത് ചെയ്യുന്നത്. ഈ കോമയുടെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് സിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു എഡ്ജും രണ്ടാമത്തെ വേറൊരു എഡ്ജും ആണെന്ന് വയ്ക്കുക. സോ ഇതിലൊരു സിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൽ ലേബൽ എൻകോഡിങ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സസ് എന്നുള്ള ഇതിൽ എന്തൊക്കെ ആണോ വരുന്നത് അതിൻ്റെ വാല്യൂസും ആ ട്രാൻസ്ഫോം ചെയ്ത വാല്യൂസും ലേബൽ എൻകോഡർ ഡോട്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ DF പ്രോസസ്ഡ് ലേബൽ എൻകോഡർ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. ഈ ഒരു ചേൺ എന്നുള്ള ആ ഒരു പ്രോസസ്ഡ് കോളമാണ് ഇപ്പുറത്ത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസ്സസ് എന്ന് വരുമ്പോൾ അതിൽ തന്നെ ഈ എൻകോഡിങ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ലേ, എൻകോഡിങ്ങിൽ 2 ക്ലാസ്സസ് ഇല്ലേ, നോയും എസ്സും. ആ നോയും എസ്സാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഈ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്കിത് 0ഉം 1ഉം ആയിട്ട് കിട്ടുമല്ലോ ലേബൽ എൻകോഡിങ് ചെയ്യുമ്പോൾ. യെസ്, ലേബൽ എൻകോഡിങ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നോയും എസ്സും വരും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അവിടെ 0ഉം 1ഉം ആയിട്ട് വരും. സോ ഇങ്ങനെ ഒരുമിച്ച് എഴുതൂലേ, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നോ ഈക്വൽ ടു 0 തന്നെയാണ് വരുന്നത്, എസ് ഈക്വൽ ടു 1 തന്നെയാണ് വരുന്നത്, ആ ഒരു ടൈപ്പിൽ എഴുതൂലേ. അപ്പോൾ ഇവിടെ നോ 0 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എസ് 1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതാനാണ് സിപ്പ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇന്യൂമറേറ്റും സെയിം ആണ്. അപ്പൻ്റെ ആക്ച്വലി ഒരു ലിസ്റ്റിൻ്റെ എൻഡിലോട്ട് ആ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതാണ്. ഇത് ഒരുമിച്ച് എടുക്കുന്നത്. ഇപ്പോൾ
ഇപ്പം നമ്മൾ കോളംസ് ക്രിയേറ്റ് ചെയ്യില്ലേ ടേബിളിൽ ആ ടേബിളിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എക്സലൻ്റ് എന്നുള്ളതിന് കുറച്ച് സ്കോർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു സ്കോർ മാത്രമാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇവിടെ A1C നോക്കട്ടെ കറക്റ്റ് ഉണ്ടാവും. നമ്മൾ ആംബ്രസിന്റെ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. സിപ്പിൻ്റെത് ആംബ്രസിന്റെ പോലെ എഴുതൂലേ ആൻഡ് ഇപ്പോൾ ഇതിൽ സിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 2 സ്കോർ വെച്ചിട്ട് സിപ്പ് ചെയ്യാന്ന് വയ്ക്കുക. അപ്പോൾ ജോൺ സ്മിത്ത് എന്നുള്ള വാല്യൂ അതിൻ്റെ ഒരു സൈഡ്, അതിൻ്റെ എക്സാം സ്കോർ എന്നുള്ളത് ആളുടെ സ്കോർ. സോ ഈ വാല്യൂ സിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കീ വാല്യൂ യൂസ് ചെയ്യില്ലേ ഡിക്ഷണറിയിൽ, അതേപോലെ തന്നെ അത് രണ്ടും കണക്ട് ചെയ്യുന്ന പോലെയാണ് ഇത് വരിക. ജോൺ സ്മിത്ത് എന്ന ആളുടെ സ്കോർ 85 ആണ്, അയാളുടെ ഗ്രേഡ് A ആണ്. ഇപ്പോൾ ഈ ഒരു 2 മാത്രം നോക്കാം. ഒറ്റ ലൈനിൽ ഈ 3 ടേബിളിന്റെ വാല്യൂസും തരും, അങ്ങനെയാണോ? അങ്ങനെ അതാണ് സിപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ. ഇന്യൂമറേറ്റീവ് ആക്ച്വലി ഇൻഡിവിജ്വലി ഒരു വാല്യൂ ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ വേറൊരു വാല്യൂ അതിനോട് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് കോളം സെയിം വാല്യൂസ് തമ്മിൽ കണക്ട് ചെയ്യണല്ലേ? ഇന്യൂമറേറ്റീവ് ഏകദേശം ഈ ഒരു സിപ്പിൻ്റെ പോലെ തന്നെയാണ്, വ്യത്യാസമുള്ളത്. ഇതിൽ ഐട്രേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എന്യൂമറേറ്റ് എന്നുള്ളത്. ഐട്രേറ്റ് ഓർ ആൻ ഐട്രബിൾ വൈൽ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ബോത്ത് ദ ഇൻഡെക്സ് ആൻഡ് ദി വാല്യൂ. ആ കീ വാല്യൂ പോലെ തന്നെയാണ് അവിടെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്യൂമറേറ്റ് ഓഫ് മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ലിസ്റ്റിൽ ആപ്പിൾ ബനാന ചെറി എന്നുള്ളത്. ദെൻ വിൽ ഔട്ട്പുട്ട് ദ ഇൻഡെക്സ് ആൻഡ് വാല്യൂസ് ലൈക്ക് 0, 1, 2 ആ ഒരു ടൈപ്പിൽ ഇൻഡെക്സും അതിൻ്റെ വാല്യൂവും കൂടി ഒരുമിച്ച് ട്രാക്ക് ചെയ്യാനാണ് എന്യൂമറേറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ എന്താണോ നെയിം അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത്, അതിൻ്റെ കൂടെ തന്നെ വേറൊരു, ഇപ്പോൾ അതിൽ ക്ലാസ്സസും അതിൻ്റെ ട്രാൻസ്ഫോം ചെയ്ത വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഇൻഡെക്സിങ് അല്ല, ക്ലാസ്സസും ട്രാൻസ്ഫോം ചെയ്ത വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ പിന്നെ ബനാന അങ്ങനെ വരും, അങ്ങനെയല്ലേ? അങ്ങനെ ഇതിപ്പോൾ ക്ലാസ്സസ് എന്ന് കൊടുത്തിട്ട് ആപ്പിൾ ഇവിടെ ബനാന. സോ അത് രണ്ടും കൂടി സിപ്പ് ചെയ്ത പോലെ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിപ്പ് യൂസ് ചെയ്യും. ഓക്കെ, മറ്റ് എന്യൂമറേറ്ററാണ് ഇൻഡെക്സും അതിൻ്റെ വാല്യൂ, അതാണ് ഡിഫറൻസ്. ലൈക്ക് ഇതിലിപ്പോൾ ഡിക്ഷണറി ടൈപ്പ് കൊടുത്തിട്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഡിക്ഷണറി ടൈപ്പ് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സസ് എന്നുള്ളത് അതിൻ്റെ കീ വാല്യൂ ആയിട്ടും കീ ആയിട്ടും ട്രാൻസ്ഫോം എന്നുള്ള അതിൻ്റെ വാല്യൂ ആയിട്ടും എടുക്കുകയാണ്. അപ്പോൾ ക്ലാസ്സസ് എന്നുള്ളത് നോ എന്നുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വാല്യൂ ആയിട്ട് വരുന്നത് ഡിക്ഷണറിയിൽ കീ വാല്യൂ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഒരു കീ ഉണ്ടാവും, ഒരു കോളം ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കീ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഡിക്ഷണറി എന്നുള്ള ടൈപ്പിലാണ് അഗൈൻ സിപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് എന്നുള്ള ആദ്യം കളക്ട് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു ക്ലാസ്സസ് എന്നുള്ളതിൽ നോ യു എസും ഉണ്ടാവും. ആൻഡ് ഈ നോ യു എസിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് 0ഉം 1ഉം ആയിട്ട്. എൻകോഡ് ചെയ്യുമ്പോൾ അത് പ്രോസസ്സാവും, അതൊരു ഡിക്ഷണറി ആയിട്ട് കീ വാല്യൂസ് ആയിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതിവിടെ കൊടുക്കുന്നുണ്ട് നോ എന്നുള്ളത് 5274 ഡിക്ഷണറിയിലോട്ട് നമ്മൾ കൊടുത്തേക്കുന്ന സാധനം കയറുന്നു, അങ്ങനെയല്ലേ? യെസ്, കീ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഡിക്ഷണറി അപ്ലൈ ചെയ്യുമ്പോൾ. ഇവിടെ ഔട്ട്പുട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നോ എന്നുള്ളത് 0, അതിൻ്റെ ഇവിടെ ഒരു കോളൻ ഇട്ടിട്ട് 5174 നല്ല ഇട്ടേക്കണേ. അപ്പോൾ ആ ഡിക്ഷണറിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു കോളം കീ എന്നുള്ളത് ഈ ഒരു ലെഫ്റ്റ് സൈഡ്,
വാല്യൂ എന്നുള്ളത് റൈറ്റ് സൈഡ്. ഓക്കെ ആണോ? ഓക്കെ. ആൻഡ് അതിൻ്റെ സം എടുത്തിട്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യിക്കുന്നതേ ഉള്ളൂ. ഡിക്ഷണറി ആകുമ്പോൾ അതിൽ കീ വാല്യൂസ് ഉണ്ടാവും, അത് ഇങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ സമ്മ് പ്രിൻറ്റ് ചെയ്യിക്കുന്നതെന്നുള്ളൂ, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. എൻകോഡിങ്ങിൽ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. കീ വാല്യൂ ആയിട്ട് നോ ഡിക്ഷണറിയിലെ റെപ്രസെൻറ്റേഷൻ കണ്ടോ, ആ ഒരു കേളി ബ്രേസസിലല്ലേ എടുക്കുക. അതിൽ നോ എന്നുള്ളത് np.int64 0 എന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പും ആ ഒരു നമ്പറും വരുന്നുണ്ട്. നോ എന്നുള്ളതിനെ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, എസ് എന്നുള്ളതിനെ അത് എൻകോഡിങ് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പിൽ അങ്ങനെ വരുന്നതാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഡോട്ട് അസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനില്ലേ, ആ ഒരു ഇതിൽ അത് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യും. ഡി ടൈപ്സ് ആണ് നമ്മൾ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്സ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് മറ്റേ ഇൻഫോ എന്നൊക്കെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊന്നും വരും. ഓക്കെ, ഇതാണ് കൺവേർഷൻ്റെ അവിടെ നടക്കുന്നത്. ദെൻ ബാക്കിയുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്തായിരുന്നില്ലേ, ഓരോ എലമെൻറ്റിനും ഓരോ കോളംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 0 1 1 1 0 0 ആ ഒരു ടൈപ്പ് എൻകോഡിങ് ബാക്കിയുള്ളതിനെ യൂസ് ചെയ്യാണ്. ഈ കാറ്റഗറിക്കൽ കോളംസ് ഉള്ളതിനൊക്കെ ഒരു ടാർഗറ്റ് കോളം ഒഴികെ, ഇപ്പോൾ ഈ ടാർഗറ്റ് കോളം 0 1 മാത്രമേ വരുന്നുള്ളൂ. അത് എസ് നോ എന്ന് പ്രൊഡിക്റ്റ് ചെയ്താലും 0 1 എന്ന് പ്രൊഡിക്റ്റ് ചെയ്താലും സെയിം തന്നെയല്ലേ. അല്ലാത്ത കേസിൽ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരിക. കാരണം ലോഗ് ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അത് റീഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ റിവേർട്ട് ചെയ്യേണ്ടി വരും ആ ഒരു പ്രോസസ്സ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് താഴത്ത് അപ്ലൈ ചെയ്യുള്ളൂ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, കാറ്റഗറിക്കൽ വേരിയബിൾസ് അല്ല, ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇതിൽ ന്യൂമറിക്കൽ കുറച്ചുണ്ട്, ഒരു 3-4 ആയിപ്പോൾ. ബാക്കിയുള്ള കോളംസ് എല്ലാം ഒബ്ജക്റ്റ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഹോട്ട് എൻകോഡിങ് യൂസ് ചെയ്യുന്നു കാറ്റഗറിക്കൽ ഫീച്ചേഴ്സിൽ. ദെൻ ഈ കാറ്റഗറിക്കൽ കോളംസ് ഫൈൻഡ് ചെയ്യുകയാണ്. ടാർഗറ്റ് കോളം ഒഴികെയുള്ള ബാക്കിയുള്ള കോളംസ് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യുകയാണ്. സോ അതിനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് കാറ്റഗറിക്കൽ കോളംസ് എന്നുള്ളതിലേക്കാണ് ലോഡ് ചെയ്യിക്കുന്നത്. DF ഓഫ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഡാറ്റ സെറ്റ് നിൽക്കുന്നത്. DF പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചേഞ്ച് ചെയ്ത ആ ഒരു ഡാറ്റ സെറ്റ് DF പ്രോസസ്ഡ് എന്നുള്ളതിലുണ്ട്. അതൊന്ന് സെലക്ട് ഡി ടൈപ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ് ഡാറ്റ ടൈപ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്ത ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴൊക്കെ. ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതായത് ഒബ്ജക്റ്റ് ടൈപ്പിലുള്ള ഈ DF പ്രോസസ്ഡ് എന്ന് പറഞ്ഞുള്ള ഡാറ്റ സെറ്റിലെ ഒബ്ജക്റ്റ് ടൈപ്പുള്ള കോളംസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡോട്ട് കോളംസ് ടു ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ആക്കിയിട്ട് കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര ഒബ്ജക്റ്റ് ടൈപ്പ് ഉണ്ട് നോക്കുക. അതിവിടെ ഡി ടൈപ്സ് എന്നുള്ളതിൽ ഒബ്ജക്റ്റ് ടൈപ്സ് കുറേ വരുന്നുണ്ട്. ആ ഒരു ജെൻഡർ ഇതിൽ കുറച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, കസ്റ്റമർ ID ഒക്കെ. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കുക. അവിടെ DF പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഡോട്ട് കോളംസ്, അപ്പോൾ ഇതിൽ ഏതൊക്കെ കോളംസ് ഉണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കുക. അതിൽ കാറ്റഗറിക്കൽ ടൈപ്പ് ഉണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇൻഫോയോ ഏതെങ്കിലും കൊടുത്ത് നോക്കുക. അപ്പോൾ ടോട്ടലി എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത്. സോ ഈ കോളംസിൽ ടോട്ടൽ കോളംസാണ് കിടക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് പ്രോസസ്ഡ് ഡോട്ട് കോളംസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇതിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ കൂടി അപ്ലൈ ചെയ്ത് നോക്കും. സെലക്ട് ഡി ടൈപ്സ്, അതിൻ്റെ ഡാറ്റ ടൈപ്സ് കളക്ട് ചെയ്യുക. അതിൽ ഒബ്ജക്റ്റ് ടൈപ്പ് വരുന്നത് മാത്രം ഒരു ലിസ്റ്റിലേക്ക് എടുക്കുക. ഇത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. DF പ്രോസസ്ഡ് ഡോട്ട് കോളംസ് എന്ന് പറയുമ്പോൾ
ഇതേ ഫംഗ്ഷൻ, ഈ ഒരു ഡി എഫ് പ്രോസസ്ഡ് ഡോട്ട് കോളംസ്, അതിലോട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്സ് കളക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒബ്ജക്റ്റ് വരുന്ന ഡാറ്റ ടൈപ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതാണ് കളക്ട് ചെയ്യേണ്ടത്. ബാക്കി ഇൻറ്റീജറോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് വരുന്നത് നമ്മൾ എടുക്കുന്നില്ല. എന്നിട്ട് അതിനെ ഒരു ടു ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ദെൻ ഈ ലിസ്റ്റാണ് പ്രിൻറ്റ് കാറ്റഗറിക്കൽ കോളംസ് ടു എൻകോഡ് എന്ന് പറഞ്ഞിട്ട് ലെങ്ത് ഓഫ് കാറ്റഗറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോർ ലൂപ്പ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ ആക്ച്വലി ഇൻഡെക്സിങ് ഉണ്ടാവുമല്ലോ, 0 1 2 3 എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും ഇൻഡെക്സിങ് ഉണ്ടാവും. സോ അതിൽ ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഫോർ കോളംസ് ഇൻ കാറ്റഗറിക്കൽ കോളംസ്, കാറ്റഗറിക്കൽ കോളംസിൽ നമ്മൾ ഈ കളക്ട് ചെയ്ത ഒബ്ജക്റ്റ് ടൈപ്പ് ഉള്ള എല്ലാ വേരിയബിൾസും ഉണ്ടാവുമല്ലോ, എലമെൻറ്റ്സും ഉണ്ടാവുമല്ലോ. ഇതിൽ ഒബ്ജക്റ്റ് ടൈപ്പ് വരുന്ന ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ ഈ ഒരു കാറ്റഗറിക്കൽ കോളംസ് എന്നുള്ളതിലുണ്ടാവും. അപ്പോൾ അതിലോട്ടൊരു ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യുകയാണ്. ഫോർ കോളം ഇൻ കാറ്റഗറിക്കൽ കോളംസ് എന്ന് പറയുമ്പോൾ ആ ഇൻഡെക്സ് വൈസ് ഇപ്പോൾ ഫസ്റ്റത്തെ ജെൻഡർ ആണെന്ന് വിചാരിക്കുക, അത് ഒബ്ജക്റ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 0 എന്നുള്ള ഇതിൽ ഫോർ ലൂപ്പിൽ ഫസ്റ്റ് വരും. അതിൻ്റെ അടുത്തത് ചെക്ക് ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ ഒബ്ജക്റ്റ് ആണോ അല്ല എന്നാണ്. അതിൽ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലിസ്റ്റിൽ ഇതിലാണ് ഈ ഹാഷ് തൊട്ടുള്ള കോളംസ് ഇല്ലേ, അതാണ് കാറ്റഗറിക്കൽ കോളംസ് ആയിട്ട് വരുന്നത്. ഒരു ലിസ്റ്റായിട്ട് വരുന്നുണ്ടോ, പേപ്പർ ബില്ലിങ് അങ്ങനെ പറഞ്ഞിട്ട്. സോ ഈ ഇതിലാണ് കാറ്റഗറിക്കൽ കോളംസ് ടു എൻകോഡ് എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം ഉണ്ട്. നമുക്ക് 20 ടോട്ടൽ കോളംസ്, അതിൽ 16 ഒബ്ജക്റ്റ് ടൈപ്പാണ്. സോ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് പ്രിൻറ്റ് കാറ്റഗറിക്കൽ കോളംസ് ടു എൻകോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോന്നായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഫോർ ലെങ്ത് ഓഫ് കാറ്റഗറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ വരുമല്ലോ ലെങ്ത് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതിലൊരു ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യാണ് ഫോർ കോളം ഇൻ കാറ്റഗറിക്കൽ കോളംസ്. സോ ഫസ്റ്റ് ജെൻഡറിൽ പോവും, നെക്സ്റ്റ് സീനിയർ സിറ്റിസൺ അപ് ടു ദിസ് പേയ്മെൻറ്റ് മെത്തേഡ് വരെ അത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഫോർ ലൂപ്പിൽ കൊടുക്കുന്നത്. ദെൻ ഓരോന്നിനും പ്രിൻറ്റ് കോളം പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ DF പ്രോസസ്ഡ് കോളം, അതിൽ യുണീക്കായിട്ടുള്ള വാല്യൂസ് കളക്ട് ചെയ്യാനാണ് ഈ ഒരു n യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് കളക്ട് ചെയ്യുന്നത്. ദെൻ യുണീക്ക് വാല്യൂസ് ടെൻസ് ടു DF പ്രോസസ്ഡ് കോളം n യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ യുണീക്കുള്ള വാല്യൂസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ കോളത്തിലും നമ്മൾ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ചെയ്യൂലേ, വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ചെയ്യുമ്പോൾ അതിൽ യുണീക്കായിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ എത്ര കൗണ്ട് ഉണ്ട് എന്നല്ലേ വരിക. ഇതിൽ ഒരു കോളം എടുക്കാമെന്ന് വയ്ക്കാം, DF പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് ഡാറ്റ ഫ്രെയിമിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ഉള്ളത്. അതിൽ ഞാൻ ജെൻഡർ എടുക്കുകയാണ്. ജെൻഡർ എടുത്തിട്ട് ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഒന്ന് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ എത്ര എണ്ണം ഉണ്ട്, ഫീമെയിൽ എത്ര എണ്ണം ഉണ്ട്, അതിൽ യുണീക്കായിട്ടുള്ള വാല്യൂസിൻ്റെ ആ ഒരു കളക്ഷനാണ് എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. സോ ഇതിൽ ഈ കൗണ്ട് എടുക്കണ്ട, ജസ്റ്റ് എത്ര വാല്യൂസ് യൂണീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ n യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആണോ? സോ ഈ മെയിൽ ഫീമെയിൽ എന്നുള്ള ആ ഒരു ടൈപ്പ് മാത്രം വരും. ഇപ്പോൾ ഏജ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഏജ് യൂണീക്ക് ആയിട്ടുണ്ട് അത് മാത്രം കളക്ട് ചെയ്യുക. ദെൻ ഇതിലോട്ട് ആ ഒരു വൺ ഹോട്ട് എൻകോഡിങ് അപ്ലൈ ചെയ്യുക. സോ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് DF എൻകോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു pandas ഡോട്ട് ഗെറ്റ് ഡമ്മീസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് വൺ ഹോട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ DF ഓഫ്
പ്രോസസ്ഡ് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ആൻഡ് ഏത് കോളംസ് ആണോ ആ ഒരു വൺ ഹോട്ട് എൻകോഡിങ് പ്രോസസ്സ് ചെയ്യേണ്ടത് അത് പാസ് ചെയ്യുക. കോളംസ് ഈക്വൽ ടു കാറ്റഗറിക്കൽ കോളംസ്. ഈ ഡ്രോപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഹോട്ട് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇൻഡെക്സിങ് കോളം കൂടി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇൻഡെക്സിങ് എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോ കോളംസ് ഉണ്ടാവില്ലേ നോർമലി ലോഡ് ആവുന്നത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇൻഡെക്സ് കോളം കൂടി അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും ഓട്ടോമാറ്റിക്കലി. സോ ആ ഒരു എക്സ്ട്രാ വരുന്ന ഒരു കോളത്തിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് ഫസ്റ്റ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ഇൻഡെക്സിങ് ഇപ്പോൾ പ്രോസസ്ഡ് ഡോട്ട് ഹെഡ് എന്ന് പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യത്തെ 5 വാല്യൂസ് വരുമല്ലോ. ഈ വൺ ഹോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ഈ ഓട്ടോമാറ്റിക്കലി ലോഡ് ആവുന്ന ഇതില്ലേ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കോളമായിട്ട് എഗെയിൻ ഒരു 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഈ വൺ ഹോട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു കോളം കൂടി ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, ആ ഒരു കോളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോപ്പ് ഫസ്റ്റ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡാറ്റ ഫ്രെയിമിൻ്റെ ഡാറ്റ സെറ്റിൻ്റെ ടോട്ടൽ നെയിം കൊടുക്കുക ഡാറ്റ ഫ്രെയിമിൻ്റെ. ദെൻ കോളംസ് എന്നുള്ളതിൽ ഏതാണോ എൻകോഡ് ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പ് കൊടുക്കുക. കാറ്റഗറിക്കൽ കോളംസ് ആണ് നമുക്ക് എൻകോഡ് ചെയ്ത് കിട്ടേണ്ടത് ഈ ലിസ്റ്റിലുള്ളത്. സോ ഈ കാറ്റഗറിക്കൽ കോളംസ് ആക്ച്വലി ഈ ഡാറ്റ ഫ്രെയിമിലുള്ളതാണ് DF പ്രോസസ്ഡ് എന്നുള്ളത്. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ അത് ഓക്കെയാണ്. ദെൻ ഡ്രോപ്പ് ഫസ്റ്റ് എന്ന് കൊടുക്കുന്നത് ആ ഒരു 0 1 2 3 4 എന്നുള്ള എഗെയിൻ വൺ ഹോട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്ട്രാ കോളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഷേപ്പ് ബിഫോർ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം. ബിഫോർ എൻകോഡിംഗ് സോ ഷേപ്പ് ബിഫോർ എൻകോഡിങ്ങും ഷേപ്പ് ആഫ്റ്റർ എൻകോഡിങ്ങും ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ 7043, 20 ആൻഡ് ഷേപ്പ് ആഫ്റ്റർ എൻകോഡിങ് 7043 31. അതായത് ഈ എൻകോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വൺ ഹോട്ട് ചെയ്യുമ്പോൾ കോളംസ് എക്സ്ട്രാ വരുമല്ലോ വൺ ഹോട്ടിൽ, ഓരോന്നിനും ഓരോ കോളംസ് ആയിട്ടല്ലേ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു കോളംസിൻ്റെ എക്സ്പാൻഷനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 0 1 1 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ അങ്ങനത്തെ കോളംസ് സെപ്പറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ ഒരു 11 കോളംസ് എക്സ്ട്രാ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ന്യൂ കോളംസ് ക്രിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ 16 എണ്ണത്തിൽ എത്ര എണ്ണം അങ്ങനെ വരണോ അതിന് ടോട്ടലി ഓരോ കോളംസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ജെൻഡറിലാണെന്നുണ്ടെങ്കിൽ മെയിലിന് ഒരെണ്ണം, ഫീമെയിലിന് ഒരെണ്ണം. അതിൻ്റെ അടുത്ത സീനിയർ സിറ്റിസണിൽ ഇതേപോലെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തല്ലോ. അവിടെ സീനിയർ സിറ്റിസണിൽ നമ്മൾ മാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നോയും എസ് എന്ന്. സോ അതിനെ എഗെയിൻ വൺ ഹോട്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നോ എസ്. അത് പ്രോപ്പർലി ഒരു റാങ്കിങ്ങോ പരിപാടിയോ ഒന്നും ഇല്ലാണ്ട് അതിനിങ്ങനെ വൺ ഹോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഗെയിൻ എല്ലാം കൂടിയും പ്രോപ്പർലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അത് അവിടെ നേരത്തെ കാറ്റഗറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തത്. ഓക്കെ, സോ ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന കോളംസ് റിമൂവ് ആയി പോയിട്ട് പുതിയതല്ലേ വന്നെ കാറ്റഗറിക്കലാക്കുമ്പോൾ ആ ഒരു ടൈപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അത്. ഇതിൽ വൺ ഹോട്ട് ചെയ്യുമ്പോൾ ആ പുതിയ കളക്ട് ചെയ്ത സംഭവങ്ങളായിരിക്കും പിന്നീട് നമ്മൾ യൂസ് ചെയ്യും. റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് സെപ്പറേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. DF എൻകോഡഡ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇത് മെർജ് ചെയ്യുക അങ്ങനത്തെ ഇതിലാണ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എൻകോഡഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ കൊടുക്കുന്നുണ്ടോ? ഈ DF പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഫ്രെയിമിന് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അതിലോട്ടാണ് ഈ ഒരു എൻകോഡിങ് ചെയ്ത ആ ഒരു
ഷേപ്പ് ആഫ്റ്റർ എൻകോഡിംഗ് എന്നുള്ളത് 7043 31 കോളംസ്. ഓക്കെ, ആദ്യത്തേൽ 7043 20. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DF പ്രോസസ്ഡ് ഡോട്ട് ഷേപ്പ് എന്നാണ്, അതാണ് ബിഫോർ എൻകോഡിംഗ് കാണിക്കുന്നത്. സോ ഇത് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം വേറെയാണ്. ആൻഡ് DF എൻകോഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ഇതിൻ്റെ ആഫ്റ്റർ എൻകോഡിംഗ് ഉള്ള ഡാറ്റ ഫ്രെയിം ഉള്ളത്. രണ്ടും രണ്ടാണ്. ഓക്കെ, ന്യൂ കോളംസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എന്ന് രണ്ടാമത്തെ ഷേപ്പ് ആദ്യത്തെ പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഫ്രെയിം ഉണ്ടല്ലോ അതൊന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ 31 - 20 എന്നുള്ളത് 11 അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, സോ എന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി യൂസ് ഡ്രോപ്പ് ഫസ്റ്റ് ഈക്വൽ ടു ട്രൂ ടു അവർ ഡമ്മി വേരിയബിൾ ട്രാപ്പ് മൾട്ടി കൊളീനിയാരിറ്റി ഫോർ എ ഫീച്ചർ വിത്ത് K കാറ്റഗറീസ്. നമ്മൾ ആ എക്സ്ട്രാ വരുന്ന ഒരു കോളം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്രിയേറ്റ് K-1 ഡമ്മി വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ ജെൻഡർ 2 വാല്യൂസ്, 1 കോളം ജെൻഡർ മെയിൽ ആൻഡ് കോൺട്രാക്ട് 3 വാല്യൂസ്, 2 കോളംസ് കോൺട്രാക്ട് 1 year, കോൺട്രാക്ട് 2 year. ദ ബേസ് ലൈൻ മന്ത് ടു മന്ത് ഈസ് സിംപ്ലിഫൈഡ് വെൻ ബോത്ത് ആർ 0. സോ അങ്ങനെ ഓരോ കോളംസിന് ഇത് 1 hot എൻകോഡിങ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു എക്സ്ട്രാ 11 കോളംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻകോഡിങ് ക്ലിയർ ആണോ? ഒരു ഡൗട്ട്, ഇവിടെ 2 2 3 3 എന്നൊക്കെ കുറെ കൊടുക്കണ്ടല്ലേ? അപ്പൊ ഇപ്പൊ ഏതാണ് പാർട്ട്ണറിന്റെ ആണെങ്കിൽ 2 യൂണിക് വാല്യൂസ് ഉണ്ട്. അപ്പൊ എസിനും നോയ്ക്കും ഒരു കോളം ഉണ്ടാവും. അതേപോലെ തന്നെ ലാസ്റ്റ് പേയ്മെന്റ് മെത്തേഡിന് 4 യൂണിക് വാല്യൂസ് ഉണ്ട്. 4 പുതിയ കോളം ഉണ്ടാവും അല്ലേ? ആ, ഇതിൽ ഇലക്ട്രോണിക് ചെക്ക്, മെയിൽഡ് ചെക്ക് ആ ഒരു ടൈപ്പല്ലേ, അതിനെല്ലാത്തിനും ഈ 0 1 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ കോളംസ് ഉണ്ടാവും. പക്ഷേ ഇത് എല്ലാ വാല്യൂസും കൂടി നോക്കുമ്പോൾ 31 കോളംസിനേക്കാൾ കൂടുതലുണ്ടല്ലോ. 31 കോളംസ് എന്ന് പറയുന്നത് ഇതിൽ എൻകോഡഡ് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നത്. അതായത് എൻകോഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഇതിലിപ്പോൾ എത്ര എണ്ണം വരുന്നുണ്ട്? നമ്മുടെ ആദ്യത്തെ കോളംസ് ഇല്ലേ, പ്രോസസ്ഡിൽ കാറ്റഗറീസ് അല്ലാത്ത കോളംസ് ഇല്ലേ, അത് ഇതിൽ കൂട്ടിയിട്ടില്ല. ഇപ്പം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 2 6 6 3 9 9 12 6 18 9 27 കുറച്ച് വാല്യൂസ് കൂടുതലുണ്ടാവും. 40 ഓക്കെ, കാറ്റഗറിക്കൽ കോളംസ് ഓൺലൈൻ ബാക്കപ്പ് ഫീമെയിൽ മെയിൽ നോ എസ് സർവീസ്. K-1 ഡമ്മി. ഫോർ എക്സാമ്പിൾ ജെൻഡർ 2 വാല്യൂസ് 43 എണ്ണോ. 1 കോളം ജെൻഡർ മെയിൽ, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതെന്താണെന്നുള്ളത്. അതിൽ ചിലതിൽ ഒരു കോളം എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 1 കോളം ജെൻഡർ വാല്യൂസ്, കോൺട്രാക്ട് 3 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 2 കോളംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് 1 year, കോൺട്രാക്ട് 2 year. ഓക്കെ, ഞാൻ നോക്കിയിട്ടൊന്നത് പറഞ്ഞുതരാം. ഇത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ എന്തെങ്ങനെ എടുക്കണമെന്ന്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീ പ്രോസസ്സിങ് ഓൾമോസ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് കുറച്ചുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻസൈറ്റ്സും ഡാറ്റ ക്ലീനും ആവും. അപ്പോൾ അതൊന്നും തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും അതിന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് സ്പ്ലിറ്റിംഗ് ഡാറ്റ ഇൻ ടു ട്രെയിൻ ആൻഡ് ടെസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യില്ലേ, അപ്പോൾ ഔട്ട്കം ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു കോളം ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കളക്ട് ചെയ്തു എക്സ് എന്നുള്ളതിലേക്ക്. ദെൻ വൈ എന്നുള്ളതിലേക്ക് ആ ഒരു ചേൺ എന്ന് പറഞ്ഞിട്ടുള്ള കോളം കളക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടും അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന ഈ ഫങ്ഷൻസ് അറിയില്ലേ, സ്ട്രാറ്റിഫൈ അല്ലാണ്ട് ബാക്കിയുള്ളത് അറിയില്ലേ, എക്സ് വൈ ടെസ്റ്റ് സൈസ് റാൻഡം സ്റ്റേറ്റ് അതുവരെ അറിയാം. സ്ട്രാറ്റിഫൈ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി
ഈ നമ്മൾ എടുക്കുന്ന ഡാറ്റ ഫ്രെയിമില്ലേ, അതിൽ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഏകദേശം ഒരേ റേഷ്യോയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഇപ്പോൾ 60% 40%, 60-40 അങ്ങനെ ഒരു റേഷ്യോയിലാണ് നമ്മുടെ ട്രെയിനിങ്ങും ടെസ്റ്റിംഗ് ഡാറ്റയും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സെയിം ഈ ഒരു പ്രോസസ്സ് ആ സ്പ്ലിറ്റിൽ വരാനാണ് ഈ ഒരു സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നത്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട്സ് ആണല്ലോ വൈ എന്നുള്ളത്. സോ ഇവിടെ ആദ്യം എന്ത് റേഷ്യോ കീപ്പ് ചെയ്തായിരുന്നോ, ഡാറ്റാ സെറ്റിൽ എന്ത് റേഷ്യോ കീപ്പ് ചെയ്തായിരുന്നോ അതേ റേഷ്യോ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എങ്ങനെ ടെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണല്ലേ? ഇതിൽ വരുന്ന വേരിയബിൾസ് ഇല്ലേ, ഇപ്പോൾ ടെസ്റ്റ് സൈസ് എന്ന് കൊടുത്താലും നമുക്ക് റാൻഡംലി ആ ഒരു റാൻഡം സ്റ്റേറ്റ് കൊടുക്കുന്നതിന് മുന്നേ റാൻഡംലി ആണ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. റാൻഡം സ്റ്റേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വാല്യൂസ് റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സ്പ്ലിറ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ വാല്യൂസ് പ്രോപ്പർലി ആ ഒരു റേഷ്യോയിൽ വരണമെന്നില്ല എപ്പോഴും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇംബാലൻസ്മെൻറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത്. സോ അതൊന്നുകൂടിയും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി എങ്ങനെ നമുക്ക് എന്ത് റേഷ്യോ ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും നേരത്തെ ഉണ്ടായിരുന്നോ, നമ്മുടെ ഡാറ്റ സെറ്റിൽ ഉണ്ടായിരുന്നോ, ആ ഒരു റേഷ്യോ തന്നെ ഇവിടെയും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്പ്ലിറ്റ് വരുമ്പോൾ നേരത്തെ ഇപ്പോൾ 5000 എത്രയാണ് 5000 സംതിങ് ഉണ്ടായിരുന്നു. നോ എന്നുള്ളത് ആ ഒരു 1800 അത് ടോട്ടലി അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇംബാലൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂസ് വരും. നമ്മൾ സ്പ്ലിറ്റ് എടുക്കുമ്പോൾ ഈ ഒരു റേഷ്യോ ചിലപ്പോൾ മാറിപ്പോവും. സെയിം റേഷ്യോ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് എടുക്കുമ്പോൾ റാൻഡം സ്പ്ലിറ്റ് അല്ലേ ഓരോന്നിലും വരുന്നത്. 42-ൽ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റാണ്, പക്ഷെ നമ്മൾ അത് റാൻഡമായിട്ടാണ് എടുക്കുന്നത്. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ട്രെയിനിങ് ഡാറ്റ എടുക്കാം. അതേപോലെ തന്നെ ടെസ്റ്റിങ്ങിന് ഇപ്പോൾ 100% ഡാറ്റയിൽ നിന്ന് 80% ഡാറ്റ എന്ന് പറയുമ്പോൾ ഏത് റോ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ ഈ ഒരു നോ എന്നുള്ള ടൈപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് മാത്രമേ വരുള്ളൂ. ഒന്നാമത് ഈ ഡാറ്റ റാൻഡമായിട്ട് എടുക്കുമ്പോൾ എന്താണ് ആ ടേൺ എന്നുള്ളത് യെസ് എന്നുള്ളത് ഇത് മെജോറിറ്റി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇംബാലൻസ്ഡ് ആണെന്ന് നമ്മൾ ഔട്ട്കം ആ ഒരു ഇതിൽ വിഷ്വലൈസ് ചെയ്തപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇത് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ 80% ഈ ഒരു 5000 സംതിങ് ഉള്ള ഡാറ്റയിൽ നിന്ന് 80% കൂടുതലും ഈ ഒരു നോ എന്നുള്ള ടൈപ്പാണ് വരുന്നതെങ്കിൽ അതാണ് കൂടുതൽ പ്രൊഡിക്ഷൻ വരിക. നമ്മൾ എന്ത് കൊടുത്താലും അത് തന്നെ വരാൻ തുടങ്ങും. അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തിട്ട് ആ റേഷ്യോ എന്താണോ അത് തന്നെ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ആ പ്രിൻ്റ് കൊടുത്തിട്ട് ഓരോന്നും പ്രിൻ്റ് ചെയ്യിക്കുന്നേ ഉള്ളൂ. ട്രെയിനിങ് സെറ്റിൽ എന്തോരം വരുന്നത്, സ്പ്ലിറ്റിംഗ് ഡാറ്റ ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് സെറ്റ്. ട്രെയിനിങ് സെറ്റിൽ എക്സ്ട്രെയിന് 5634 30 ഔട്ട്കം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ദെൻ വൈ ട്രെയിനിൽ 5634 വാല്യൂസ് റോസ്. ദെൻ ടെസ്റ്റിംഗ് സെറ്റിൽ 1450 സെയിം ഈ ഒരു റേഷ്യോ ഉണ്ടായിരുന്നല്ലോ, 1450 30. ദെൻ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ നോ എന്നുള്ളത് 4139, 73.5% നോ എന്നുള്ളതുണ്ട്. ആൻഡ് എസ് എന്നുള്ള ടൈപ്പ് 26.5% ഉണ്ട്. സോ ഇതിന് ഡോമിനൻസ് വരുന്നത് നോ എന്നുള്ള ടൈപ്പിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പുതിയ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഹൈ ആണ്. ആൻഡ് വൈ ടെസ്റ്റിലും ഈ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് 1035. 20% എടുക്കുന്നില്ല നമ്മൾ. ഇപ്പോൾ ടെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞത് 20% കൊടുക്കുന്നത്. അതിൽ ക്ലാസ് ഡിസ്ട്രിബ്യൂഷനാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വൈ ട്രെയിൻ ഈക്വൽ ടു 0, അതിൻ്റെ സം എത്ര എണ്ണം വരുന്നുണ്ട്, ആൻഡ് ഇതിൻ്റെ സമ്മ്
ടോട്ടൽ ലെങ്ത്ന്ന് അതിനെ പെർസെൻറ്റേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പേഴ്സൻറ്റേജ് രണ്ടിലും സെയിം ആയിട്ട് നമ്മൾ സ്ട്രാറ്റിഫൈ കൊടുക്കുന്നു. രണ്ടിലും അല്ലല്ല, ഇതെങ്ങനെ അറിയോ, ആദ്യം സ്പ്ലിറ്റ് ചെയ്തില്ലേ വൈറ്റ് ട്രെയിൻ വൈറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. സെയിം സ്പ്ലിറ്റ് തന്നെ ഇവിടെ വൈറ്റ് ട്രെയിനിലും വൈറ്റ് ടെസ്റ്റിലും വരുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഇപ്പോൾ വൈറ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ 80% ഡാറ്റയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൽ 4000 സംതിങ് ഡാറ്റയുണ്ട്, 1495 എസ് എന്നുള്ള കാറ്റഗറി ഉണ്ട് ടോട്ടൽ 80%. ബാക്കിയുള്ള വൈറ്റ് ടെസ്റ്റിംഗ് ഡാറ്റ മോഡലിനെ കാണിക്കില്ലല്ലോ ആ 20%. അത് ആക്ച്വലി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, പ്രെഡിക്റ്റ് ചെയ്യുന്നത് ട്രെയിനിങ്ങിൽ യൂസ് ചെയ്തത് മാച്ച് ചെയ്തിട്ട് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രമാണ് വൈറ്റ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുക. മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് എക്സ് ടെസ്റ്റ് എന്നാണ് കൊടുക്കുക. ആ എക്സ് ടെസ്റ്റ് എന്നുള്ളത് മോഡലിനെ കാണിക്കില്ല. ആ ഒരു ഇതിലുള്ള ഡാറ്റയാണ് 1035 സാമ്പിൾസ് നോയ്ക്കും എസ് എന്നുള്ളത് 374. സോ അത് ജസ്റ്റ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ. Then we use Stratify Y to ensure the same class proportion in both the train and test sets. Without stratification, random splitting might put too many churn equal to yes in one set, skewing result. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റേഷ്യോൻ്റെ ഇഷ്യൂ. ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റിഫൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എസ് അല്ലെങ്കിൽ ഒരുപാട് നോസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ അത് സ്ക്യൂഡ് റിസൾട്ട് ആവും. നമുക്ക് ഓൾറെഡി ഡാറ്റ ഇംബാലൻസ്ഡ് ആയതുകൊണ്ട് അത് പിന്നെയും റോങ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് കൊടുക്കാൻ ചാൻസ്. ഓക്കെ ആണോ? ശ്രീഹരി പോയോ? ശ്രീഹരി മനസ്സിലായോ? എവിടെ പോയി? ഓണാക്കി വെച്ചിട്ട് പോവാണോ അവൻ? അല്ല, ഇവൻ കേറിയിട്ട് പോവാണോ? ചുമ്മാ ഓണാക്കി വെച്ചിട്ട് പോവാണോ? അല്ല, നിനക്ക് മനസ്സിലായോന്ന് ചോദിച്ചേ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്തുകൊണ്ടാണ് സ്ട്രാറ്റിഫൈ യൂസ് ചെയ്യണ പറഞ്ഞേ? സ്ട്രാറ്റിഫൈ എന്നുള്ളത് ഇവിടെ എന്തിനാ യൂസ് ചെയ്യണേ? ഇതിവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, വായിച്ചോ. സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി, മനസ്സിലായി എന്നല്ല പറഞ്ഞു. എടാ, നമ്മൾ ഈ എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യില്ലേ ഡാറ്റ. അപ്പോൾ അതിൽ എഗെയിൻ ഒരു സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യണത്? ഇപ്പോൾ ഇൻസൈറ്റ്സിലുണ്ട് സ്ട്രാറ്റിഫൈ എന്നുള്ളത് ഇന്നതിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇത് വായിച്ച് നോക്കിയിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. ഇപ്പോൾ അത് പറഞ്ഞിട്ടുള്ളൂ. അറിയോ? ഓക്കെ. ഗ്രൂപ്പായിട്ട് ഓക്കെ. എന്താ ഡിഫറൻസ് അവിടെ ഉണ്ടാവുക? എങ്ങനെ? ഇപ്പോൾ ഈ ഔട്ട്പുട്ട് കോളം ഇല്ലേ, ചേൺ എന്ന് പറഞ്ഞിട്ടുള്ള എസ് ഓർ നോ ടൈപ്പ് ഇല്ലേ, അതിൽ ഞാൻ സ്ട്രാറ്റിഫൈ യൂസ് ചെയ്യുന്നില്ല. സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്നുള്ള പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഇതിലുണ്ടാവുക? ഇപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചാണ്. അപ്പോൾ ഞാൻ ആ സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്നുള്ളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചേഞ്ച് അവിടെ വരും? ഞാൻ നോർമലി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ
ഈ റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു 42 എന്ന് വരുന്ന ആ ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ പ്രോസസ്സേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സ്ട്രാറ്റിഫൈ അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചേഞ്ചാണ് അവിടെ വരിക? ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നോ? ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. ക്ലിയർ ആയില്ലേ? കുഴപ്പമില്ലായിരുന്നു, ഇടയ്ക്ക് വെച്ച് പുറത്തോട്ടുകൊണ്ടിരുന്നായിരുന്നു. ഓക്കെ. നമ്മൾ നോർമലി ഈ ഒരു സ്ട്രാറ്റിഫൈ യൂസ് ചെയ്യാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാൻഡമായിട്ടാണല്ലോ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് ഈ റാൻഡം സ്റ്റേറ്റ് 42 എന്ന് ഞാൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ 80% ഡാറ്റ ട്രെയിനിങ്ങിനും പോവും, 20% ഡാറ്റ ടെസ്റ്റിങ്ങിനും പോവും. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് എടുക്കുന്നത് ടോട്ടൽ 100%ന്ന് എവിടെ വേണമെങ്കിലും ഈ ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഏത് റോ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റത്തെ റോ എന്ന് പറയുന്നത് 81th റോയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്പ്ലിറ്റിൽ ഈ 42 എന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മേ ബി ഒരു 10th റോയോ അതൊക്കെ ആയിരിക്കും ആ ഒരു ഡാറ്റയായിട്ട് എടുക്കുന്നത്. സോ എവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റ് 80% എടുക്കാം, അല്ലെങ്കിൽ 20% ടെസ്റ്റിങ്ങിനും എടുക്കാം. റാൻഡമായിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ സെയിം സ്പ്ലിറ്റ് വരാൻ വേണ്ടിയിട്ടാണ് 42 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ നമുക്ക് ഔട്ട്കംസ് ഉണ്ടാവുമല്ലോ ടെസ്റ്റിങ്ങിന്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇംബാലൻസ്ഡ് ആണ് ഈ ഒരു ഡാറ്റ സെറ്റ്. ഒരു 5000+ നോ എന്നുള്ള ടൈപ്പും ഉണ്ട്, എസ് എന്നുള്ളത് 1800 സംതിങ് എന്തോ ആണ് നോ എസ് എന്നുള്ള ടൈപ്പ് വരുന്നത്. സോ ഓൾറെഡി ആ ഒരു ക്ലാസ്സസ് തമ്മിലുള്ള ഇംബാലൻസ്, അതെന്താ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോ എന്നുള്ള ടൈപ്പ് അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതലുള്ള ടൈപ്പാണ് ഓരോ കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ഡാറ്റ ഉള്ളത് ഇയാൾ ലീവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള ഡാറ്റ ആ ടെസ്റ്റിംഗ് ഡാറ്റയിൽ ഇല്ല, 20% ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും ഞാൻ പ്രഡിക്ഷൻ കൊടുക്കുമ്പോൾ മോഡൽ ബയാസ്ഡ് ആയിട്ട് ഇംബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യുള്ളൂ. കാരണം കൂടുതൽ ഡാറ്റ അതിന് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ഇയാൾ പോകുന്നുള്ള രീതിയിലാണ്, സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ഡാറ്റ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ അതുമായിട്ട് ബയാസ്ഡ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് ഇംബാലൻസിൻ്റെ ഒരു ഇത്. സോ അതിൽ തന്നെ സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസിൻ്റെ റേഷ്യോസ് എന്താണോ നേരത്തെ ഉണ്ടായിരുന്നത് ആ ഒരു റേഷ്യോസ് തന്നെ ഇവിടെയും കീപ്പ് ചെയ്യാനാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ 60-40 ആണ് ആ നോയും എസ്സും തമ്മിലുള്ള ആ ഒരു റേഷ്യോ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എടുത്തതെങ്കിൽ അതേ റേഷ്യോ ഇവിടെ കിട്ടാനാണ്. നേരത്തെ ഏതാണോ ഡാറ്റ സെറ്റിൽ ഒരു റേഷ്യോ ഉണ്ടായിരുന്നത് 60% 40% ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ സെയിം റേഷ്യോ ഇവിടെ കീപ്പ് ചെയ്യാനാണ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി ഇംബാലൻസ്ഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എസ് എന്നുള്ള ടൈപ്പോ നോ എന്നുള്ള ടൈപ്പോ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു സിനാരിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് കൂടുതലും എസ് എന്നുള്ള ടൈപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചേൺ ഈക്വൽ ടു എസ് എന്ന് വരിക, ഔട്ട്കം ചേൺ ഈക്വൽ ടു എസ് എന്ന് പറയുമ്പോൾ അയാൾ ലീവ് ചെയ്ത് പോകുന്നതാണ് എനിക്ക് കൂടുതൽ കിട്ടുന്ന ഡാറ്റ. റാൻഡം സ്പ്ലിറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് ആ റേഷ്യോ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നോന്നാണ് കാണിക്കണമെങ്കിൽ കൂടുതൽ അയാൾ അവിടെ നിൽക്കുന്നുള്ള ഔട്ട്കമാണ് കിട്ടുക. അപ്പോൾ അതും അത്ര എഫക്റ്റീവ് അല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന ആൾക്കാരുടെ എല്ലാ കണ്ടീഷൻസും ഉണ്ട്, പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആളവിടെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് എററല്ലേ നമ്മൾ ചെയ്യുമ്പോൾ. സോ എന്താണോ ഡാറ്റ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു റേഷ്യോ അത് ഇവിടെയും കീപ്പ് ചെയ്തിട്ട് പിന്നെ അത് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നത്. ഇവിടെ വായിച്ചു നോക്കുകയെന്നുണ്ടെങ്കിൽ വി യൂസ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ ടു എൻഷുർ സെയിം ക്ലാസ് പ്രപ്പോർഷൻ ഇൻ ബോത്ത് ട്രെയിൻ ആൻഡ് ടെസ്റ്റ് സെറ്റ്സ്. അപ്പോൾ ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും ആ ഒരു സെയിം പ്രപ്പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. വിത്തൗട്ട് സ്ട്രാറ്റിഫിക്കേഷൻ റാൻഡം സ്പ്ലിറ്റിംഗ് might put too many churn equal to s in one set, skewing result. സോ ഈ എസ് എന്നുള്ളതോ നോ എന്നുള്ളതോ ഒരുപാട് റിസൾട്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്യൂഡ് റിസൾട്ടായിട്ട് ഇത് ടോട്ടലി ആ ഒരു മോഡലിൻ്റെ പ്രഡിക്ഷനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിലാണ് ഈ സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ. നോക്കുക കേട്ടോ.
നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു, ട്രെയിനിങ് ടെസ്റ്റിങ്ങും കഴിഞ്ഞു. പിന്നെ പ്രീ പ്രോസസ്സിങ്ങിന് ഒരു സമ്മറി ആയിട്ട് എടുക്കുകയാണ്. പ്രീ പ്രോസസ്സിങ് സമ്മറി, അതിൽ ഡ്രോപ്പ്ഡ് കസ്റ്റമർ ഐ ഡി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പിൽ. അതിൽ കസ്റ്റമർ ഐ ഡി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇൻവാലിഡ് ആയിരുന്നു ആ ഒരു പ്രഡിക്ഷന്. ദെൻ കൺവേർട്ടഡ് ടോട്ടൽ ചാർജസ് ഫ്രം ഒബ്ജക്റ്റ്, പ്ലോട്ട് 64 എന്നുള്ള ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ന്യൂമറിക്കലിലേക്ക്. ദെൻ ഫിൽഡ് 11 മിസ്സിങ് ടോട്ടൽ ചാർജസ്. നമുക്ക് ആ ഒരു എം ടി സ്പേസ് മാത്രം ഉണ്ടായിരുന്നു ആ ഏർലി സ്റ്റേജിൽ. അവിടെ നിന്ന് ലീവ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റ ആൻഡ് അവർക്ക് നോ ചാർജസ് വരുന്നുണ്ടായിരുന്നു. സോ അത് ടോട്ടലി ട്രീറ്റ് ചെയ്തു 0 എന്നുള്ള വാല്യൂസ് വെച്ചിട്ട്. ഒരു മന്ത് തികച്ച് വന്നിട്ടില്ല, അപ്പോൾ 0 എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്തത്. ആൻഡ് കൺവേർട്ടഡ് സീനിയർ സിറ്റിസൺ ഫ്രം ഇൻഡ് 0 or 1 ടു കാറ്റഗറിക്കൽ, നോ ഓർ എസ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻകോഡിങ് പ്രോസസ്സ് ചെയ്തു. അതിൽ എൻകോഡഡ് ചേൺ ടാർഗറ്റ് നോ ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു 1. ദെൻ വൺ ഹോട്ട് എൻകോഡഡ് 60 categorical columns. Categorical columns draw first equal to true. അവിടെ ആ ഒരു 1 hot പ്രോസസ്സ് ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ ഇൻഡെക്സ് കോളം കൂടി വന്നിട്ടുണ്ടാവും, അത് ഡ്രോ ഫസ്റ്റ് ചെയ്തു. ദെൻ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രെയിൻ വൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 80% ട്രെയിൻ ഡാറ്റയും 20% ടെസ്റ്റിംഗ് ഡാറ്റയും. 5634 1450, 80-20 റേഷ്യോയിൽ. ദെൻ സ്ട്രാറ്റിഫൈഡ് സ്പ്ലിറ്റ് ഇൻ ടു മെയിൻറ്റെയിൻ ക്ലാസ് ബാലൻസ്, സ്ട്രാറ്റിഫൈ യൂസ് ചെയ്തു. ദെൻ ഫൈനൽ ഫീച്ചർ കൗണ്ട് എന്ന് പറയുന്നത് 30 ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ദെൻ ഫൈനൽ ട്രെയിനിങ് സാമ്പിൾസ് എന്ന് പറയുന്നത് 5634, ടെസ്റ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് 1490, 80-20 റേഷ്യോയിൽ. ദെൻ അടുത്തത് ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് അതിനെ ബിൽഡ് ചെയ്യുകയാണ്. മോഡൽ ബിൽഡിങ് ഈക്വൽ ടു ഡിസിഷൻ ട്രീ യൂസ് ചെയ്യണം. അപ്പം ഡിസിഷൻ ട്രീ റാൻഡം ഫോറസ്റ്റ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് അതിൻ്റെ പാരാമീറ്റേഴ്സ് പ്രോപ്പർലി കൊടുക്കണം എന്നേ ഉള്ളൂ. ദെൻ അതിലൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. നമ്മൾ മോഡൽ ഈക്വൽ ടു ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂലേ, അതേപോലെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ SQL ഡോട്ട് ട്രീസ് ആണോ, ട്രീസ് SQL ഡോട്ട് ട്രീ ഇമ്പോർട്ട് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ. പിന്നെ ഈ രണ്ടെണ്ണം പ്ലോട്ട് ട്രീ എക്സ്പോർട്ട് ടെക്സ്റ്റ് എന്നുള്ളത് ആ ഒരു ട്രീ പ്ലോട്ട് ചെയ്യാനൊക്കെയാണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക. then അത് തന്നെ മോഡൽ സെലക്ട് ചെയ്തു. മോഡൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സാണ് അടുത്ത് ചെക്ക് ചെയ്യുന്നത്. ബിൽഡിംഗ് ബേസ്ഡ് ലൈൻ ഡിസിഷൻ ട്രീ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ട്യൂണിങ് അതൊന്നും ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല, അടുത്ത സ്റ്റെപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. സോ ഒരു ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നാണ്. സോ ഡിസിഷൻ ട്രീ ബേസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആ മോഡൽ കോൾ ചെയ്തു. റാൻഡം സ്റ്റേറ്റ് 42 സെയിം പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേ സ്ക്രിപ്റ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് DT ബേസ് ലൈൻ ഡോട്ട് നമ്മൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഫിറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ് ട്രെയിനും വൈ ട്രെയിനും ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ സ്റ്റെപ്പൊക്കെ അറിയുമോ? അങ്ങനെ ഏത് സ്റ്റെപ്പാണ് ഈ എക്സ് ട്രെയിനും വൈ ട്രെയിനും എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ അറിയില്ലേ? അത് ഡിസിഷൻ ട്രീയിൽ കൊടുക്കാനാണ്. അത് ഈ മോഡലിലേക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നോർമലി നമ്മളൊരു മോഡൽ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഈ എക്സ് ട്രെയിനും വൈ ട്രെയിനും പാസ് ചെയ്യുന്നു, പിന്നെ ഇതിൽ പ്രഡിക്റ്റിൽ എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റും ഒക്കെ കൊടുക്കണമെന്നറിയോ? നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് മോഡൽ. ഇപ്പോൾ DT ബേസ് ലൈനോ അല്ലെങ്കിൽ മോഡലിന് വേണമെങ്കിലും കൊടുക്കാം. മോഡൽ ഈക്വൽ ടു ഡിസിഷൻ ട്രീ എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിലും കൊടുക്കാം. ആ മോഡൽ വെച്ച് ഇത് ചെയ്യിപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിലിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ DT ബേസ് ലൈൻ അതാണ് മോഡലിൻ്റെ നെയിം. ഡോട്ട് ഫിറ്റ് എക്സ് ട്രെയിനും വൈ ട്രെയിനും. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡാറ്റ ആക്ച്വലി ഈ ഒരു എക്സ് ട്രെയിനിലും വൈ ട്രെയിനിലും ആണ് ഉണ്ടാവുക. ഓക്കെ, മോഡലിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അത് ജസ്റ്റ് മറ്റേ ഇപ്പം ആ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലിലോട്ട് ഇപ്പം ആ ട്രെയിനിങ് ഡാറ്റ വെറുതെ ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഒരു ഫിറ്റ് എന്നുള്ള പ്രോസസ്സ്. സോ ഈ മോഡലിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ട്രെയിനിങ് ഡാറ്റ അത് ലേൺ ചെയ്യും. നമ്മളിവിടെ എവിടെയും ടെസ്റ്റിംഗ് ഡാറ്റ കൊടുത്തിട്ടില്ല, കണ്ടോ? ഫിറ്റ് എന്നുള്ള പ്രോസസ്സ് അത് ടെസ്റ്റിംഗ് ഡാറ്റയിൽ ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ഡാറ്റ അതിനെ കാണിക്കാണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും. സോ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി
ഒരു സ്റ്റുഡൻറ്റിന് എക്സാമിൻ്റെ മുന്നേ ക്വസ്റ്റ്യൻ ഷീറ്റ് കൊടുക്കുന്ന പോലെയാണ്. എക്സാം ടൈമിലല്ലാണ്ട് ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ട് ആൾ ചീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ടെസ്റ്റിംഗ് ഡാറ്റ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ട്രെയിനിങ് ഡാറ്റ എന്താണോ പഠിക്കേണ്ടത് മാത്രമാണ് അതിന് കൊടുക്കുന്നത്, എക്സ് ട്രെയിനും വൈ ട്രെയിനും. ഓക്കെ ആണോ? ദെൻ ഇതിൽ ട്രെയിനിങ്ങിൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും പെർഫോമൻസ് എന്തോരം ഉണ്ടെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ വൈപ്രഡ് എന്നുള്ള ഒരു ടൈപ്പ് മാത്രമേ നോക്കുള്ളൂ. അതായത് ആ ട്രെയിനിങ്ങിൽ എന്തോരം പ്രഡിക്ഷൻ പ്രോപ്പറായിട്ട് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് വൈ ട്രെയിൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് DT.basic മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ട്രെയിൻ എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ. വൈ ടെസ്റ്റിൽ ആ ഒരു ടെസ്റ്റിംഗ് ഡാറ്റ കൊടുക്കുമ്പോൾ എത്ര ബെറ്റർ ആയിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത് രണ്ടിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇംബാലൻസ് ആയതുകൊണ്ട് വൈ ടെസ്റ്റ് പ്രഡ് ഈക്വൽ ടു ആ മോഡലിൻ്റെ നെയിം ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ്. നമ്മൾ ROC AUC കർവ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്തായിരുന്നില്ലേ ഈ പ്രോബബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഡിക്ഷൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സസിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഡിക്റ്റ് പ്രോബ എന്നുള്ളത് യൂസ് ചെയ്യുക. എക്സ് ടെസ്റ്റിലുള്ള ആ ഒരു ടോട്ടൽ റോസ് ആൻഡ് കോളംസ് പ്രോബബിലിറ്റിയുടെ പ്രഡിക്ഷൻ്റെ ആ ഒരു പ്രോബബിലിറ്റീസ് കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആ ഒരു അക്യുറസി സ്കോർ, ദെൻ ട്രെയിനിങ് അക്യുറസി എത്രയുണ്ട്, ടെസ്റ്റിംഗ് അക്യുറസി എത്രയുണ്ട്, ഇത് അറിയില്ലേ? വൈ ട്രെയിനും വൈ ട്രെയിൻ പ്രഡ് എന്നത്, അതായത് ആക്ച്വൽ വാല്യൂസും പ്രഡിക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. ചിലത് വേരിയബിൾ നെയിംസ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വൈ ടെസ്റ്റും വൈ പ്രഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുക. നമ്മൾ ചെയ്തായിരുന്നപ്പോൾ ഇതിൽ ആ ഒരു വേരിയബിൾ നെയിംസ് ജസ്റ്റ് ചേഞ്ച് ഉണ്ട് എന്നേ ഉള്ളൂ, കൺഫ്യൂസിങ് ആവണ്ട. അപ്പോൾ ഇതിൽ ട്രെയിനിങ്ങിൽ എത്ര ആക്യുറസി ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു മോഡൽ ട്രെയിനിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം, ടെസ്റ്റിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രെയിനിങ് അക്യുറസിയും ചെക്ക് ചെയ്യുന്നത്, ദെൻ ടെസ്റ്റിംഗ് അക്യുറസിയും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വൈ ടെസ്റ്റ് വൈ പ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ ട്രെയിനിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് ഉണ്ടാവുമല്ലോ. ആൻഡ് അത് തന്നെ വൈ ട്രെയിൻ പ്രഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ട്രെയിൻ വെച്ചിട്ട് ആ ഒരു വാല്യൂസ് എടുത്തിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തായിരുന്നു. അതിൽ തന്നെ ടെസ്റ്റിങ്ങിൻ്റെ ഇപ്പം നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിംഗ് അക്യുറസി മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെയൊക്കെ. അപ്പോൾ ഇതിൽ ഇംബാലൻസ്ഡ് ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും ഈ ഒരു മോഡൽ നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു മോഡൽ നല്ല മോഡലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും കേസസ് പറഞ്ഞു തന്നായിരുന്നില്ലേ. ഇപ്പോൾ ട്രെയിനിങ് ഡാറ്റയിൽ മാത്രം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ടെസ്റ്റിംഗ് ഡാറ്റയിൽ ഫെയിൽ ആവുക എന്നുണ്ടെങ്കിൽ അത് ഓവർ ഫിറ്റിംഗ് ആണ്. ട്രെയിൻ ഡാറ്റ നന്നായിട്ട് ലേൺ ചെയ്യും, ടെസ്റ്റിംഗ് ഡാറ്റ അത് സ്ട്രഗിൾ ചെയ്യും. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റയിലും ലോ അക്യുറസി ആവും, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഡാറ്റയിലും ലോ അക്യുറസി ആവും. രണ്ടും കൂടി വരുന്നതാണ് അണ്ടർ ഫിറ്റിംഗ്. സോ ഈ ഇങ്ങനത്തെ കേസസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ട്രെയിനിങ്ങിൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയുണ്ടെന്നും ടെസ്റ്റിങ്ങിൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയുണ്ടെന്നും സെപ്പറേറ്റ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ടെസ്റ്റിംഗ് അക്യുറസി എത്രയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രഡിക്ഷൻ വരുമ്പോൾ പുതിയ ഡാറ്റ കൊടുത്ത് പ്രഡിക്ഷൻ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോർമലി നോക്കാറുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഓവർ ഫിറ്റിംഗ് അണ്ടർ ഫിറ്റിങ്ങും വരുന്നുണ്ടോ, അല്ലെങ്കിൽ മോഡൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ബെറ്ററായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും സെപ്പറേറ്റ് അക്യുറസി അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന പോലെ വൈ ടെസ്റ്റും വൈ പ്രഡ് എന്നാണ് നമ്മൾ നോർമലി കൊടുക്കുക. വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂസ് അവിടെ ഉണ്ടാവും. ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇതിൽ എന്തൊക്കെ ഒറിജിനൽ വാല്യൂസ് ഉണ്ടോ അത് വൈ ടെസ്റ്റിലുണ്ടാവും. വൈ പ്രഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് മാത്രമായിരുന്നു എടുത്തത്. അത് വൈ ടെസ്റ്റ് പ്രഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ.
ഓക്കെ ഓക്കെ. ഓക്കെ. അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് വൈറ്റ് ട്രെയിൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ ട്രെയിനിങ്ങിൽ അതെങ്ങനെ പ്രഡിക്റ്റ് ചെയ്യേണ്ടതെന്നും ടെസ്റ്റിങ്ങിൽ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. സോ ബാക്കിയുള്ളത് ടെസ്റ്റിങ്ങിൽ എങ്ങനെയാണ് അത് പ്രിസിഷൻ വരുന്നത്, ടെസ്റ്റിങ്ങിൽ റീകോൾ എങ്ങനെയാണ് വരുന്നത്. വൈറ്റ് ടെസ്റ്റും വൈറ്റ് ബ്രെഡും കൊടുക്കൂലേ, എല്ലാത്തിനും നമ്മൾ വൈറ്റ് ടെസ്റ്റും വൈറ്റ് ബ്രെഡും അല്ലേ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ വൈറ്റ് ടെസ്റ്റ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡിക്ഷൻ വാല്യൂസ് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിലുള്ള ആ ഒരു സ്കോർസ് ജസ്റ്റ് കളക്ട് ചെയ്യുന്നു. F1 സ്കോറും പ്രിസിഷനും ഒക്കെ പറഞ്ഞു തന്നായിരുന്നല്ലേ. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് എടുക്കില്ല, നമ്മൾ ആ ഒരു സപ്പോർട്ട് ഒരു കുറച്ച് വാല്യൂസ് ആവറേജ് അങ്ങനെ പറഞ്ഞിട്ട് എടുക്കില്ലേ. കുറയില്ല, ഓക്കെ ഓക്കെ കാണിച്ചു തരാം. ഇതില്ലേ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, ഇതിലുള്ള സംഭവങ്ങൾ പ്രിസിഷൻ, റീകോള്, F1 സ്കോർ, സപ്പോർട്ട്, അതിൻ്റെ ഇതിൽ ഒരേ ബാലൻസ്ഡ് ആയിട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നില്ലേ. അതിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ക്ലാസിൻ്റെ പ്രൊഡിക്ഷൻസ് ഒക്കെ നോക്കുന്നില്ലേ, ആ ഒരു ഇതിലുള്ളതാണ്. ആ ഒരു അവിടെ നിന്ന് ജസ്റ്റ് കോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇതും ഈ ഒരു വൈറ്റ് ടെസ്റ്റ് വൈറ്റ് ബ്രെഡ് ആ ഒരു മോഡലിൽ തന്നെയാണ് കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് ടോട്ടലി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്കോർ ROC AUC സ്കോർ. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ വൈറ്റ് ടെസ്റ്റ് പ്രോബ എന്ന് പറഞ്ഞിട്ട് അവിടെ കളക്ട് ചെയ്തത്. ഇത് വൈറ്റ് ടെസ്റ്റ് വൈറ്റ് ടെസ്റ്റ് വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ടെസ്റ്റ് പ്രോബ എന്നൊക്കെ പറഞ്ഞിട്ട് കളക്ട് ചെയ്യുന്നത് ഈ ഒരു ROC സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നെ അതൊക്കെ കൂടി പ്രിൻ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സ് ഒന്നും ഡിസിഷൻ ട്രീയിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഡിസിഷൻ ട്രീ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഒരു റാൻഡം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോപ്പർ സ്പ്ലിറ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഈ റാൻഡം ട്രീസ് കളക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോ മോഡൽ കൊടുക്കുമ്പോൾ പാരാമീറ്റേഴ്സ് വരുമല്ലോ. ഇപ്പോൾ ട്രീസ്, നമ്പേഴ്സ്, നെയ്ബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ KNNലൊക്കെ. അതേപോലെ ഡിസിഷൻ ട്രീക്ക് ആക്ച്വലി പാരാമീറ്റേഴ്സ് ഉണ്ട്. ബട്ട് നമ്മളിവിടെ ആ ഒരു ഡീഫോൾട്ട് പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സ്പ്ലിറ്റിൻ്റെ കേസ് മാത്രം, അല്ലെങ്കിൽ എന്താണോ ഫിറ്റ് ചെയ്യുന്നത് അത് തന്നെ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് റാൻഡം സ്റ്റേറ്റ് പാസ് ചെയ്തത്. വേറെ ഒന്നും നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രീ ഡെപ്ത്, ലീഫ് നോട്ട്സ്, ആ ഒരു തരത്തിലുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീഫോൾട്ട് വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്. അതിൽ ട്രീ ഡെപ്ത് പ്രിൻ്റ് ചെയ്യിക്കുന്നത് മോഡൽ ഡോട്ട് ഗെറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട്. ലീഫ് നോട്ട്സ്, ട്രീ ഡെപ്ത് എന്ന് പറയുമ്പോൾ എത്ര ലെവൽ വരെ ഇത് ഗ്രോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ റൂട്ട് നോഡ്, ഡിസിഷൻ നോഡ്, ലീഫ് നോഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്ന് കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു ട്രീനെ ഗ്രോ ചെയ്യിക്കാൻ വിടുമെന്ന് പറഞ്ഞില്ലേ. അത് എത്ര ഡെപ്ത് വരെ പോകുന്നുണ്ട് നോക്കാനാണ് ട്രീ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ലീഫ് നോട്ട്സ് എന്ന് പറയുമ്പോൾ എത്ര ലീഫ് നോട്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നത്. ലീഫ് നോട്ട്സിൻ്റെ പ്രൊഡിക്ഷൻ അക്യുമുലേറ്റ് ചെയ്തിട്ടായിരുന്നല്ലോ ആ ഒരു ഡിസിഷൻ നോട്ട്സിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിരുന്നത്. ഒരു ഇൻഫർമേഷൻ ഗെയിനും ഗിനിംബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഡിസിഷൻ നോഡ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്തായിരുന്നില്ലേ. അതിൽ പാരന്റ് നോഡും ചൈൽഡ് നോഡ്സും ഇൻവോൾവ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. എത്ര ലീഫ് നോട്ട്സ് വരണം, എത്ര ഡെപ്ത് വരെ ഇത് ഗ്രോ ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ. ദെൻ അതിൻ്റെ ട്രെയിനിങ് അക്യുറസി പ്രിൻ്റ് ചെയ്യിക്കുകയാണ്, ടെസ്റ്റിംഗ് അക്യുറസി പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്, പ്രിസിഷൻ റീകോള്, ROC AUC സ്കോർ വരെ. ദെൻ ഇവിടെ നമ്മൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കേണ്ടതല്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്യിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. ഓവർ ഫിറ്റിംഗ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഡാറ്റയിൽ
അതിന് കൂടുതൽ ട്രെയിനിങ് അക്യുറസി 99.8% വരുന്നുണ്ട്. ടെസ്റ്റിംഗ് അക്യുറസി 74.24% വരുന്നുള്ളൂ. ട്രെയിനിങ്ങിൽ നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ടെസ്റ്റിംഗ് അക്യുറസി ലോ ആണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോ ആണ്. അപ്പോൾ ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും ഒരുപോലെ പെർഫോം ചെയ്യുന്ന മോഡൽസാണ് നല്ല മോഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. 25.57% മോഡൽ മെമ്മറൈസ്ഡ് ട്രെയിനിങ് ഡാറ്റ. ഇതാണ് ട്രെയിനിങ് അക്യുറസിയും ടെസ്റ്റിംഗ് അക്യുറസിയും വാലിഡേറ്റ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പം എന്ത് ചെയ്യും? വേറെ മോഡൽ വെക്കണം? അല്ല, ഇത് ഓൾറെഡി ഇംബാലൻസ്ഡ് ആണ്. അത് കൊടുത്തിട്ട് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഓവർ ഫിറ്റിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സിറ്റി കുറയ്ക്കുക, ആൻഡ് ഡാറ്റ ഭയങ്കര ബയാസ്ഡ് ആണോ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് ഓരോ മെത്തേഡ്സ് പറഞ്ഞായിരുന്നില്ലേ തിയറി എടുത്തപ്പോൾ. അങ്ങനത്തെ എന്താണ് ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക ആ ഒരു ടൈപ്പ് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. സോ കറൻ്റ്ലി ചെയ്തിട്ട് കോംപ്ലക്സിറ്റി കുറച്ചിട്ട് പിന്നെ മോഡൽ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ചില മോഡൽസിൽ ഡാറ്റ കുറവായിരിക്കും. ഇപ്പോൾ അണ്ടർ ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ കുറവാകുന്ന ഒരു റീസൺ ആയിരുന്നു. ആൻഡ് ഓവർ ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നോയ്സ് ഇൻട്രൊഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നോയ്സിൽ ഫോക്കസ്ഡ് ആവും. ഇപ്പോൾ ഒരേപോലെയുള്ള ഫീച്ചേഴ്സ് 5-6 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഇൻ മീറ്റർ, ഹൈറ്റ് ഇൻ ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ട്. അപ്പോൾ ഈ മോഡൽ നോക്കുമ്പോൾ ഇത് 3 കൺഫ്യൂസിങ് ആയിട്ടാണ് മോഡലിന് തോന്നുക. ഒരേപോലെയുള്ള ഫീച്ചേഴ്സാണ്, കോറിലേഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതേപോലെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി കൺഫ്യൂസിങ് ആവും ഈ മോഡലിന്. സോ ഈ മോഡൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി എന്താണോ ട്രെയിനിങ് ഡാറ്റ, ആ ഒരു ട്രെയിനിങ് ഡാറ്റ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യും. അതെ, അതാണ് ഇഷ്യൂ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് ഉണ്ട് ഓവർ ഫിറ്റിംഗ് വരാനും അണ്ടർ ഫിറ്റിംഗ് വരാനും. അപ്പോൾ അതിൽ ഏതാണോ റീസൺ നോക്കിയിട്ട് ഡാറ്റ എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് ആവശ്യമുള്ളൊരു മെത്തേഡ് ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ ഓക്കെ ഇൻസൈഡ് ദിസ് ഈസ് ദ ക്ലാസിക് ഡിസിഷൻ ട്രീ പ്രോബ്ലം, ഓവർ ഫിറ്റിംഗ്. ആ ഡിസിഷൻ ട്രീയിൽ വരുന്നൊരു പ്രോബ്ലമാണ് ഓവർ ഫിറ്റിംഗ് എന്നുള്ളത്. ദ ട്രീ ഗ്രൂ ടു ഡെപ്ത് 29 വിത്ത് 287 ലീവ്സ്. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഫ് നോട്ട്സ് 1091 ലീഫ് നോട്ട്സ്. ആ ഒരു ചേൺ അനാലിസിസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഡിസിഷൻ നോട്ട്സും ഒക്കെ വെച്ചിട്ട് 1091 ലീഫ് നോട്ട്സ്. നമ്മൾ മറ്റേ ആ ഒരു എക്സാമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കിയില്ല. അയാൾ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ ഫ്രീ കോഫി ഉണ്ടെങ്കിൽ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 5-6 ലീഫ് നോട്ട്സ് വന്നായിരുന്നു. സോ ഇത്രയും വലിയൊരു ഡാറ്റാ സെറ്റിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ ആ ഫീച്ചേഴ്സ് എന്നുള്ള പ്രഡിക്ഷനൊക്കെ വെച്ചിട്ട് ലീഫ് നോട്ട്സ് തന്നെ 1091 അവിടെ നിന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് 23 ലെവലെന്നും കൂടി പറയുമ്പോൾ അത്രയും ഡിസിഷൻ നോട്ട്സും വരുന്നുണ്ട്. 20 നോട്ട്സ് എന്തോ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, ഫീച്ചേഴ്സും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഡിസിഷൻ നോട്ട്സും അത്രയും വരും. ആൻഡ് അതിൻ്റെ കൂടെ ലീഫ് നോട്ട്സ് ഒരു 1000 ലീഫ് നോട്ട്സും കൂടി വരും. അത്രയും കോംപ്ലക്സ് ആയിട്ടാണ് ആ ഒരു ട്രീ ബിൽഡ് ചെയ്യുന്നത്. അത് ഡാറ്റ സെറ്റ് എങ്ങനെയുണ്ട്, ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ട്രീ ഡെപ്തും ലീഫ് നോട്ട്സും ഒക്കെ അവിടെ ബിൽഡ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ റാൻഡം ഫോറസ്റ്റിലായാലും ഇതേ ട്രീസാണ് ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുക. സോ എത്ര കോംപ്ലക്സിറ്റി വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് ഓരോ ഡെപ്ത് ബിൽഡ് ചെയ്യുന്നതും ഈ ലീഫ് നോട്ട്സ് സെലക്ട് ചെയ്യുന്നതും അവിടെ ഉണ്ടാവുന്നതൊക്കെ. ഓക്കെ, ആൻഡ് ഈ ട്രീ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ബൂസ്റ്റിംഗ് മോഡൽസും വരുന്നത്. എക്സ്റ്റി ബൂസ്റ്റും ഇതൊക്കെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ട്രീ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുക. റയർലി ബാക്കിയുള്ള മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ മോഡൽസ് യൂസ് ചെയ്യും. ബാക്കിയുള്ളതിലൊക്കെ ബേസ് മോഡൽ ഈ ഒരു തന്നെ ആയിരുന്നല്ലോ. ഡിസിഷൻ ട്രീ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്. ഓരോന്നിൽ വരുമ്പോൾ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നേ ഉള്ളൂ. പക്ഷേ ബേസിക് ആയിട്ട് വരുന്നത് ഇതായിരുന്നു എൻസെമ്പിൾസിൽ. സോ ദ ട്രീ ഗ്രൂ ടു ഡെപ്ത് 29 വിത്ത് 287 ലീവ്സ്.
and memorizing every training example. Training accuracy is 99.84%, but test accuracy is only 72.32%. The model is like a student who memorized the answers but can't generalize to new questions. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ ആൾക്ക് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പ്രോപ്പറായിട്ട് എക്സാമിൽ എഴുതി വയ്ക്കും. പുതിയ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിന് ഒരിക്കലും ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, അങ്ങനെയുള്ള ചാൻസസ് ആണ്. കാരണം ടെസ്റ്റിംഗ് അക്യുറസി 74.24% അല്ലേ വരുള്ളൂ. ഒരു 3/4 ശരിയാകാം, ശരിയാകാണ്ടിരിക്കാം. ഓക്കെ, ഈ ടെസ്റ്റിംഗ് അക്യുറസി ആക്ച്വലി ഒരു 50% അല്ലെങ്കിൽ 40% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും തെറ്റായിരിക്കും. കാരണം അത്ര അക്യുറസി അല്ലേ വരുന്നുള്ളൂ. അതാണ് ഇംബാലൻസ്ഡ് ആയതിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു മോഡൽ മേ ബി കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുണ്ടാവാം. ഈ ഒരു വൺ ഹോട്ടും ഇതൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. കൂടുതൽ ഫീച്ചേഴ്സും ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ആയില്ലേ അവിടെ. ആൻഡ് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും ആദ്യം തന്നെ. എന്ത് വേണമെങ്കിലും റീസൺ വരാം. അപ്പോൾ ട്രെയിനിങ്ങിൽ ഇത് നന്നായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടെസ്റ്റിങ്ങിൽ വരുമ്പോൾ 74% അക്യുറസി വരുന്നുള്ളൂ. ട്രെയിനിങ്ങിൽ 99.8% എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആണ്. ചെറിയ മിസ്റ്റേക്ക് വരുള്ളൂ. ഇപ്പോൾ 92% അക്യുറസി എന്നൊക്കെ വരുമ്പോൾ ആകെ കുറച്ച് പ്രൊഡിക്ഷൻസ് അല്ലേ തെറ്റിപ്പോവുള്ളൂ. അത് തന്നെ 74% എന്ന് പറയുമ്പോൾ അവിടെ 26% സംതിങ് ആ ഒരു മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. 26% പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ആക്ച്വലി റിയൽ ഡാറ്റയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആ 26%-ൻ്റെ കോസ്റ്റ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവുക. ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ എന്തെങ്കിലും പ്രൊഡിക്ഷനാണ് ചെയ്യണമെങ്കിൽ ഓരോ കസ്റ്റമറും വാല്യുബിൾ ആയിരിക്കില്ലേ. അപ്പോൾ ഓരോ കസ്റ്റമറുടെ നിന്ന് നമുക്ക് ഒരു 1 മില്യൺ വെച്ച് വരുമാനം ഉണ്ടെന്ന് വയ്ക്കാം. 26% ആൾക്കാരുടെ പ്രൊഡിക്ഷൻസ് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 26% ഇൻറ്റു 1 മില്യൺ ആണ് അവിടെ നഷ്ടമാവുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇപ്പോൾ 99.8% എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരുടെ ആ ഒരു വരുമാനത്തിൽ നോക്കുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരുടെയാണ് നഷ്ടമാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു ഡാറ്റേനെ തന്നെ കുറവ് പെർസെൻറ്റേജ് വരുമ്പോൾ അത്രയും ആൾക്കാരുടെ ആ ഒരു റവന്യൂ നമുക്ക് നഷ്ടമാവുകയാണ്. ആ മോഡൽ ഓവർ ഫിറ്റിംഗ് ആയിട്ടുണ്ട് പ്രഡിക്ഷൻ്റെ. ആ ഒരു രീതിയിലാണ് മോഡൽസിൻ്റെ ട്രെയിനിങ് അക്യുറസിയും ടെസ്റ്റിംഗ് അക്യുറസിയും ചെക്ക് ചെയ്തിട്ട് അതിനുള്ളത് നോക്കുന്നത്. പിന്നെ അടുത്ത നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് നോക്കുന്നത്. 2 മിനിറ്റ് ബ്രേക്ക് വേണോ?
കണ്ടിന്യൂ ചെയ്യട്ടെ. നെക്സ്റ്റ് നമ്മൾ ആ കൺഫ്യൂഷൻ മെട്രിക്സ് റീഡ് ചെയ്തായിരുന്നില്ലേ, ട്രൂ പോസിറ്റീവ് റേറ്റ്, ട്രൂ നെഗറ്റീവ് റേറ്റ്, ആ ഒരു സംഭവം എത്ര എണ്ണം കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം ഫാൾസായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോ ചേൺ എന്നുള്ളത് നോ ചേൺ ആയിട്ട് 863 പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചേൺ എന്നുള്ളത് നോ ചേൺ ആയിട്ട് 191 പ്രൊഡിക്റ്റ്, ആ ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് എക്സ്ട്രാ വരുന്നത് കൺഫ്യൂഷൻ മെട്രിക്സ് എന്നുള്ളത് വൈറ്റ് ടെസ്റ്റ് സ്പ്രെഡ്, ആ ഒരു ടെസ്റ്റിംഗ് ഡാറ്റയിലുള്ള പ്രൊഡിക്ഷനാണ് ചെക്ക് ചെയ്യുന്നത്. എന്തുമാത്രം കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വൽ വാല്യൂസും പ്രൊഡിക്റ്റഡ് വാല്യൂസും തമ്മിൽ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫിഗറും ആക്സസും നമ്മൾ ആ ഒരു സബ് പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് ഫിഗർ സൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സബ് പ്ലോട്ട്സ് രണ്ടെണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫിഗറിൻ്റെ. ദെൻ അതിൽ തന്നെ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് സെയിം പാരാമീറ്റേഴ്സാണ് കൊടുക്കുന്നത്. SNS ഡോട്ട് ഹീറ്റ് മാപ്പ് എന്ന് കളക്ട് ചെയ്തിട്ട് CM എന്നുള്ളതിനാണ് കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഉള്ളത്, അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ അനോട്ടേഷൻ, ആ വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള നമ്പേഴ്സ് ഇല്ലേ ബോക്സിൽ, അത് ഫോർമാറ്റ് ഡയഗണൽ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നത്, ആ ഒരു കോളംസ് ഡയഗണലായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റ് എന്നുള്ളത്. ദെൻ കളർ മാപ്പ് ബ്ലൂസ്, അതിൻ്റെ തീം ആക്സസ് ഈക്വൽ ടു ആക്സസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു സെക്ഷനാണ് ആക്സസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, ഇത് ആക്സസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ എക്സ്റ്റിക്ക് ലേബിൾസ്, ഇതിലിപ്പോൾ സെപ്പറേറ്റ് ആക്സസ് വരുമല്ലോ സബ്പ്ലോട്ട് ചെയ്യുമ്പോൾ, അത് ഈ ഒരു കേസിൽ ഇതിൽ ആക്സസിനെ തന്നെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നത് ഇതിപ്പോൾ 2 പ്ലോട്ടായിട്ടല്ലേ വരുന്നത്, ഇവിടെ ഒരു പ്ലോട്ട് ഇവിടെ ഒരു പ്ലോട്ട്, ഹീറ്റ് മാപ്പ് തന്നെ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ചേഞ്ചസ് ആക്സസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ഈ സൈഡിലുള്ള ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൻ്റെ ഈ സൈഡിലുള്ളതാണ് ആക്സസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഈ പിക്ചറിൻ്റെ ഡീറ്റെയിൽസ് കൺഫ്യൂഷൻ മെട്രിക്സ് കൗണ്ട്സ് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആക്സസ് ഈക്വൽ ടു 0 എന്നാണ് അപ്ഡേറ്റ് ചെയ്യുക. ആക്സസ് ഈക്വൽ ടു 0 എക്സ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചേഞ്ച് ആവുക. അതേപോലെ തന്നെ ആക്സസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ പിക്ചറിലെ അതിൻ്റെ വരികയെന്നുണ്ടെങ്കിൽ ആക്സസ് 1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ. സബ് പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. റോയും കോളം തന്നെയാണ് നോക്കുക, അതിൽ ആക്സസ് 0 എന്ന് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്, എക്സ് ഈക്വൽ ടു ആക്സസ് 0. ദെൻ എക്സ്റ്റിക് ലേബിൾസ് നോ ചേണും ചേണും, വൈറ്റിക് ലേബിൾസ് നോ ചേണും ചേണും. ഇതിൽ എക്സും വൈയും ആയിട്ട് കൊടുക്കണമല്ലോ. ഇപ്പോൾ എക്സ്റ്റിക് ലേബിൾസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് തന്നെയാണ് കൊടുക്കുന്നത്. എക്സ്റ്റിക് ലേബിൾസ് എന്ന് പറയുമ്പോൾ ഈ ഡയഗണലും ഇതൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ, ഡയഗണൽ ഹീറ്റ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റിക് ലേബിൾസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ കോളംസിൽ എത്രയൊക്കെ വരുന്നു, ഇപ്പോൾ ഇവിടെ 3 ആണെന്നുണ്ടെങ്കിൽ ഇതാണെന്ന് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ ചേണ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ വരും. 3 ബോക്സാണ് വരുന്നെങ്കിൽ, ഇപ്പോൾ 2 ബോക്സ് ആയതുകൊണ്ട് നോ ചേണും. അതേപോലെ തന്നെ വൈറ്റിക് ലേബിൾസും നോ ചേണും. എത്രയാണോ വാല്യൂസ് വരുന്നത് അത് കൊടുക്കാം. ദെൻ ആക്സസ് 0 ഡോട്ട് സെറ്റ് ടൈറ്റിൽ, കൺഫ്യൂഷൻ മെട്രിക്സ് കൗണ്ട്സ് ബേസ് ലൈൻ മോഡൽ കണ്ടോ, ഫസ്റ്റ് പിക്ചറിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് കൗണ്ട്സ് ബേസ് ലൈൻ മോഡൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ദെൻ അതിൽ തന്നെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സെറ്റ് എക്സ് ലേബൽ, നമ്മൾ നോർമലി എക്സ് ലേബൽ കൊടുക്കില്ലേ, എക്സ് ലേബൽ കൊടുക്കുമ്പോൾ ഇവിടെയാണ് വരിക. അപ്പോൾ അത് പ്രെഡിക്റ്റ് ആണ്. ആക്സസ് 0 എന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ട് അതിലാണ് സെറ്റ് എക്സ് ലേബൽ എന്ന് കൊടുക്കുന്നത്. സെറ്റ് എക്സ് ലേബൽ പ്രെഡിക്റ്റഡ് ഫോൺ സൈസ് 12. ദെൻ അതിൽ തന്നെ വൈ ലേബൽ കൊടുക്കുന്നത് ആക്ച്വൽ ഫോൺ സൈസ് 12, പ്രെഡിക്റ്റഡും ആക്ച്വലും. ദെൻ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് അഗെയിൻ ഒരു ആക്സസ് 1 എന്നുള്ളതിൽ ക്രിയേറ്റ് ചെയ്യാണ്. CM നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാണ്. കൺഫ്യൂഷൻ മെട്രിക്സ് ഡോട്ട് ആസ് ടൈപ്പ് ഫ്ലോട്ട്, ഈ ഒരു കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ആ ഒരു പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഷോ ചെയ്യണമെന്നേ ഉള്ളൂ. ആസ് ടൈപ്പ് ഫ്ലോട്ട് എന്നുള്ളതിൽ കൺവേർട്ട് ചെയ്തു, എന്നിട്ട് അതിൽ ഡിവൈഡഡ് ബൈ കൺഫ്യൂഷൻ മെട്രിക്സ് ഡോട്ട് സമ്മ്, അതിൻ്റെ ആക്സിസ് 1-ലുള്ളതിൻ്റെ ഒരു സമ്മേഷൻ എടുക്കുകയാണ്. ആൻഡ് NP ഡോട്ട് ന്യൂ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു. ഇതിപ്പോൾ റോയും കോളമായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ സ്ലൈസിങ്ങിൽ യൂസ് ചെയ്യില്ലേ, കോമയുടെ അപ്പുറത്തുള്ളത് ടോട്ടൽ റോസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ന്യൂ ആക്സിസ് യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ റോസിലുള്ള വാല്യൂസ് കളക്ട് ചെയ്തിട്ട് np.new ആക്സിസ് എന്നുള്ളത് കോളത്തിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ റോസിലുള്ള എല്ലാ വാല്യൂസും കളക്ട് ചെയ്തിട്ട് ഒരു കോളം ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു സം ഓഫ് ആക്സിസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ടോട്ടലി കളക്ട് ചെയ്തിട്ട് കോളംസ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ആക്സിസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ ചെയ്യുന്നത് ഫ്ലോട്ട് എന്നുള്ള ടൈപ്പ് ആക്കണത്. ഇവിടെ പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ, ഇവിടെ നമ്പേഴ്സാണ്, മേ ബി ഇൻറ്റ് ടൈപ്പൊക്കെ ആയിരിക്കാം. സോ അത് തന്നെ കളക്ട് ചെയ്തിട്ട് പേഴ്സൻറ്റേജിലേക്ക് എടുക്കുകയാണ്. 83.38%. അതിൻ്റെ അതിൽ തന്നെ ഡിവൈഡഡ് ബൈ cm.sum of axis 1. cm.sum of axis 1 എന്ന് പറയുമ്പോൾ ആക്സിസ് 1 റോ എന്ന് പറയുന്നത് ആക്സിസ് 0. അപ്പോൾ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആക്സിസ് ഇല്ലേ, ആക്സിസ് ആണത് കേട്ടോ, ആക്സിസ് അല്ല, അത് വ്യത്യാസമുണ്ട്. ഈ പിക്ചേഴ്സ് എടുക്കുന്നത് ആക്സിസ് AXESഉം മറ്റേ ആക്സിസ് എന്നുള്ളതാണ് റോയും കോളം എടുക്കുന്നത്. ഓക്കെ, ആക്സിസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളംസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, ആക്സസും ആക്സിസും. ആക്സിസ് 0 എന്ന് പറഞ്ഞാൽ റോ, ആക്സിസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം. സോ അതിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ സം എടുക്കുക, കോളം വൈസ് സം എടുക്കുക, എന്നിട്ട് അതിനെ ഈ ഒരു ഫ്ലോ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു പേഴ്സൻറ്റേജിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ റോസ് ടോട്ടലി കളക്ട് ചെയ്തിട്ട് അതിനെ ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് അവിടെ കളക്ട് ചെയ്ത് വയ്ക്കുക. അത്രയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ ഒരു പേഴ്സൻറ്റേജ് ആക്കി എന്നിട്ട് ആ വാല്യൂസ് കളക്ട് ചെയ്തിട്ട് ഒരു കോളം മെട്രിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചു. ദെൻ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് നോർമലി നേരത്തെ ചെയ്ത പോലെ ഫോർമാറ്റ് ആ പേഴ്സൻറ്റേജിൽ. ദെൻ കളർ മാപ്പ് ബ്ലൂസ് ആക്സിസ് 1, രണ്ടാമത്തെ പിക്ചർ ആക്സസ് ചെയ്യുന്നു. എക്സ്റ്റിക് ലേബൽസും വൈറ്റിക് ലേബൽസും കൊടുക്കുന്നു. ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു. ടൈറ്റിൽ കൺഫ്യൂഷൻ മെട്രിക്സ് നോർമലൈസ്ഡ് ബേസ് മോഡൽ. ദെൻ അവിടെ നിന്ന് വൈ ലേബിൾ വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടൈറ്റിൽ ലേഔട്ട് ആ ഒരു പ്രോപ്പർലി അലൈൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഫിഗർ സേവ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യില്ലേ, അതേപോലെ ഡോട്ട്സ് പെർ ഇഞ്ച് 150 ആ ഒരു ക്ലാരിറ്റിയുടെ ഇത് കൊടുക്കുന്നതാണ്. ആൻഡ് ബോക്സ് ഇഞ്ചസ് ടൈറ്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യുമ്പോൾ. ദെൻ PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വിസിബിളായിട്ട്. പിന്നെ അതിൽ നിന്നുള്ള വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ന്യൂ ലൈൻ പ്ലസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ 50 എണ്ണം പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ കൺഫ്യൂഷൻ മെട്രിക്സ് ബ്രേക്ക് ഡൗൺ എഗെയിൻ ആ ഒരു ഇത് പ്രിൻറ്റ് ചെയ്യിക്കുന്നു, ആ ലൈൻസ് പോലെയുള്ളത്. TN, FP, FN, TP. ട്രൂ നെഗറ്റീവ്, ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ് ഈക്വൽ ടു CM ഡോട്ട് റാവൽ. നോക്കട്ടെ എക്സാക്ട് എന്തായിരുന്നു യൂസ്. ആ വാല്യൂസ് കളക്ട് ചെയ്യാനാണ് CM ഡോട്ട്. അത് നമ്മൾ ഫ്ലാറ്റ് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തായിരുന്നല്ലേ, ഇടയ്ക്ക് എവിടെ പറഞ്ഞിട്ടുണ്ടായി. ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായി. അതായത് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ ഉള്ള അറേസിനെ 1 ഡയമെൻഷനിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. 1 ഡയമെൻഷൻ ആക്കുക എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു കോളം മെട്രിക്സും ഉണ്ടാവും, ടോട്ടലി റോസ് ആയിരിക്കും അതിൽ. ഒരു കോളവും
അതിൽ ടോട്ടൽ റോസ് ആയിട്ടാണ് വരിക. ഇപ്പോൾ ഒരു ലിസ്റ്റിലുള്ള എലമെൻസിന് വൺ ഡയമെൻഷൻ ആക്കുക എന്ന് പറയുമ്പോൾ 1 ഏറ്റവും മുകളിൽ നമ്മൾ 1 2 3 എഴുതൂലേ, 1 അതിൻ്റെ താഴെ 2 അതിൻ്റെ താഴെ 3 അങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് എന്നുള്ളതിൽ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാൻ എളുപ്പത്തിന് ഈ ഒരു രീതിയിലാക്കി വെക്കാനാണ് ഈ ട്രൂ പോസിറ്റീവ്സ്, ഫാൾസ് പോസിറ്റീവ്സ്, ഫാൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്സ് ഒക്കെ ഒരു ഫ്ലാറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സെപ്പറേറ്റ്ലി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് cm.ravel എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂഷൻ മെട്രിക്സ് ഡോട്ട് റാവൽ. സോ ഇതിലൊക്കെ വാല്യൂസ് ഉണ്ടാവും. ആ ഒരു വാല്യൂസിനെയൊക്കെ ഒരു വൺ ഡയമെൻഷൻ പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യുക. അതാണ് റാവൽ എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ കിട്ടുമല്ലോ. കൺഫ്യൂഷൻ മെട്രിക്സിൽ ഇതിൻ്റെ റേറ്റ്സ് ഉണ്ടാവും. കൺഫ്യൂഷൻ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ തന്നെ ഈ വാല്യൂസൊക്കെ വരുമല്ലോ. നമ്മളിപ്പോൾ ആ ഒരു പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ട്രൂ നെഗറ്റീവ്സ് എന്തോരം വരുന്നുണ്ട്, ഫാൾസ് പോസിറ്റീവ്സ് എന്തോരം ഉണ്ട്, ഈ ബാക്കി 2 ദെൻ പ്രഡിക്റ്റഡ്, നോ ചൺ ബട്ട് ഡിഡ് ചൺ, ആ ഒരു ടൈപ്പൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നു എന്നുള്ളൂ. ദെൻ കീ മെട്രിക്സസ്. ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് പ്ലസ് ഫാൾസ് പോസിറ്റീവ് പ്ലസ് ഫാൾസ് നെഗറ്റീവ്. അതായത് കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻസ് ഔട്ട് ഓഫ് ഓൾ പ്രഡിക്ഷൻസ്, ആ ഒരു ഇതാണ് നോക്കുന്നത്. ടെസ്റ്റിംഗ് ആക്യുറസി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. പ്രിസിഷൻ, റീകോൾ, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കോൾ ചെയ്യുന്നതുള്ളൂ ടെസ്റ്റ് പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും ടെസ്റ്റ് നെഗറ്റീവ്, ഫാൾസ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തന്നെ വാല്യൂസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഇന്ന ഇക്വേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിലും തന്നെ യൂസ് ചെയ്യും. ആൻഡ് ബിസിനസ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വി മിസ്ഡ് ഫാൾസ് നെഗറ്റീവ് കസ്റ്റമേഴ്സ് ഹു ആക്ച്വലി ചേർണ്ട്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു പോസിറ്റീവായിരുന്നു. ആക്ച്വലി പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോൾ അവർ ആക്ച്വലി ലീവ് ചെയ്തിട്ടില്ല, പക്ഷെ അവർ ചേർണ്ടാണ് അല്ലെങ്കിൽ ലീവ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. ഫാൾസ് നെഗറ്റീവ്. ആൻഡ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവർ ആക്ച്വലി ലീവ് ചെയ്ത് പോയി, നെഗറ്റീവ്സിനെ പോസിറ്റീവ്സ് ആയിട്ട് റോങ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇപ്പോൾ ഒരാൾ ലീവ് ചെയ്ത് പോയി ആ കമ്പനിയിൽ, അതൊരു നെഗറ്റീവാണ്. ആ ലീവ് ചെയ്ത് പോയ ആളെ ഫാൾസ് പോസിറ്റീവായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ ലീവ് ചെയ്ത് പോയിട്ടില്ല, അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർ ആക്ച്വലി പോയ ആൾക്കാരാണ്, പക്ഷെ അവരിൽ റിസോഴ്സസ് സ്റ്റിൽ യൂസിങ് ആണ്, ആ ഒരു രീതിയിൽ. ഓക്കെ, ആൻഡ് ഈ ഒരു കേസിൽ വരുമ്പോൾ വി വേസ്റ്റഡ് റിസോഴ്സസ് ഓൺ കസ്റ്റമേഴ്സ് ഹു വുഡിൻ ഹാവ് ചേൺ. അവർ ചിലപ്പോൾ പോകാനുള്ള ആൾക്കാരായിരിക്കില്ല, ചിലപ്പോൾ പോകുന്ന ആൾക്കാരുണ്ടാവും. അതിലാണ് ഈ ഒരു ഫാൾസ് നെഗറ്റീവും ഫാൾസ് പോസിറ്റീവും വരുന്നത്. ചില ആൾക്കാർ അവിടെ ചേൺ പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ പോകുന്നുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പ്രഡിക്ഷൻസിൽ റൈറ്റും വരാം റോങ്ങും വരാം. അപ്പോൾ അതിൽ എത്ര എണ്ണം നെഗറ്റീവ് ഉണ്ടായിരുന്നത് പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാൾസ് പോസിറ്റീവ്. അതിൻ്റെ എത്ര എണ്ണം പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ റേറ്റ് ഇതൊക്കെ പ്രിൻ്റ് ചെയ്ത് നോക്കണമെന്നുള്ളൂ ഈ ഒരു ഇതിൽ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ട്രൂ നെഗറ്റീവ്സ് 863 എണ്ണം ഉണ്ട്. കറക്റ്റ്ലി പ്രഡിക്റ്റഡ് നോ ചേൺ, അവർ ലീവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 863 എണ്ണം കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത് 172 പ്രഡിക്റ്റഡ് ചേൺ ബട്ട് ഡിഡിൻ ചേൺ. അവർ ആക്ച്വലി പോയി അല്ലെങ്കിൽ പോകുന്നതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്, പക്ഷെ അവർ പോയിട്ടില്ല. ഓക്കെ, ഫാൾസ് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ 191 വരുന്നുണ്ട്. പ്രഡിക്റ്റഡ് നോ ചേൺ ബട്ട് ഡിഡ് ചേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയില്ല എന്നാണ് പ്രഡിക്റ്റ് ചെയ്തത്, പക്ഷെ അവർ ലീവ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ട്രൂ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ്ലി പ്രഡിക്റ്റഡ് ചേൺ, എത്ര എണ്ണം കറക്റ്റ്ലി ചേൺ ആവുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ,
ഡൗട്ട് ഉണ്ടോ ഇതിൽ ഇത്രയും പറഞ്ഞതിൽ? ഇതിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഈ ഒരു സാധനങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവും. ഈ ട്രൂ നെഗറ്റീവ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. ഇത്ര ഓർത്താൽ മതി. ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നെഗറ്റീവായ സാധനങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഒരാൾ പോകുമെന്ന് പറഞ്ഞു, അത് പോകാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം സോറി അത് ട്രൂ പോസിറ്റീവ് ആണ്. ഏറ്റവും ഈ ഒരു കേസിൽ ട്രൂ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പോകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തു, അയാൾ ആക്ച്വലി പോയിട്ടുണ്ട്, കറക്റ്റാണ്. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ചേൺ എന്നുള്ളതിനാണ് ട്രൂ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ആ ഒരു ട്രൂ നെഗറ്റീവ് നോ ചേൺ എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത്, നോ ചേൺ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ്സ് വരുന്നത് ഇപ്പോൾ പോസിറ്റീവ് കണ്ടീഷനും ഉണ്ടാവും നെഗറ്റീവ് കണ്ടീഷനും ഉണ്ടാവും. അതിൽ കറക്റ്റ് അത് തന്നെ വരിക എന്നുണ്ടെങ്കിൽ ട്രൂ നെഗറ്റീവ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാൾസ് പോസിറ്റീവോ ഫാൾസ് നെഗറ്റീവോ ആയിട്ട് വരാം. ഓക്കെ, ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആവും. അത് സിറ്റുവേഷൻ അനുസരിച്ചുണ്ടാവും. അപ്പോൾ ക്ലാസ് So അതിൽ ട്രൂ പോസിറ്റീവ്സ് ആർ ലൈക്ക് കറക്റ്റ്ലി ഐഡൻറ്റിഫൈങ് എ ഫ്രണ്ട് അറ്റ് എ പാർട്ടി, യു റെക്കഗ്നൈസ് ദം ആൻഡ് ദേ ആർ ഇൻഡീഡ് യുവർ ഫ്രണ്ട്. ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ലൈക്ക് മിസ്റ്റേക്കൻലി തിങ്കിങ് എ സ്ട്രേഞ്ചർ ഈസ് യുവർ ഫ്രണ്ട്, യു ഗ്രീറ്റ് ദം ബട്ട് ദേ ആർ നോട്ട് ഹു യു തോട്ട്. അപ്പോൾ ട്രൂ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ലൈക്ലി കറക്റ്റ്ലി ഇഗ്നോറിങ് സമ്മൺ ഹു ഈസ് നോട്ട് യുവർ ഫ്രണ്ട്, യു ഡോണ്ട് അപ്രോച്ച് ദം ആൻഡ് ദേ ആർ ഇൻഡീഡ് എ സ്ട്രേഞ്ചർ. ഫാൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ലൈക്ക് ഫെയിലിംഗ് ടു റെക്കഗ്നൈസ് എ ഫ്രണ്ട് ഇൻ എ ക്രൗഡ്, യു ഹാവ് പോസ്റ്റ് ദം. അതാണ് പറഞ്ഞത്, സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഈ ഒരു ട്രൂ പോസിറ്റീവ്സ് അല്ലെങ്കിൽ ട്രൂ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രൂ പോസിറ്റീവിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഒരു പാർട്ടിയിൽ വെച്ച് കാണുന്നു, അവരെ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ പോസിറ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളൊരു സ്ട്രേഞ്ചറാണ്, ഒരു നെഗറ്റീവ് കണ്ടീഷനാണ്, ഒരു സ്ട്രേഞ്ചറാണ്, സമ്മൺ. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് ട്രൂ നെഗറ്റീവ്. ഒരു നെഗറ്റീവ് കണ്ടീഷനെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയുന്നത്. ആൻഡ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രേഞ്ചർ അടുത്ത് പോയിട്ട് ആൾ നമ്മുടെ ഫ്രണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫാൾസ് പോസിറ്റീവ്. ദെൻ ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അറിയുന്ന ഒരാളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ ഫീൽ ചെയ്യണം, ആ ഒരു ടൈപ്പ്. ട്രൂ പോസിറ്റീവ്. ദിസ് occurs when the model correctly identifies a positive instance in our analogy. It's like successfully recognizing a friend. And true negative എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this when the model correctly identifies a negative instance, ignoring a stranger correctly represents. False positive പറഞ്ഞാൽ this happens when the model incorrectly identifies a negative instance. ഒരു നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ആൻഡ് ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു നെഗറ്റീവും പോസിറ്റീവും വരുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ എന്ത് കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ഒരു ഫാൾസ് പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് അങ്ങനെയുള്ള ടേംസ്. അപ്പോൾ നമ്മൾ ചേണാണോ നോ ചേണാണോ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നെഗറ്റീവ് കണ്ടീഷനും പോസിറ്റീവ് കണ്ടീഷനും വരിക. ഓക്കെ,
ഇതിൽ വി മിസ്ഡ് 191 കസ്റ്റമേഴ്സ് ഹു ആക്ച്വലി ചേൺഡ്. 191 എവിടെ വരുന്നു നോക്കുക, ഫാൾസ് നെഗറ്റീവ്സ് ആണ് വരുന്നത്. ഫാൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ ലീവ് ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞിട്ട് പ്രഡിക്റ്റ് ചെയ്തു, കമ്പനി പ്രഡിക്റ്റ് ചെയ്തു അവർ ലീവ് ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ML അൽഗോരിതം വെച്ചിട്ട്. പക്ഷെ ആക്ച്വലി അവർ പോയിട്ടുണ്ട്. അപ്പോൾ അത് കമ്പനിക്ക് നെഗറ്റീവാണ്. ഇപ്പോൾ കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് അത് ഫാൾസ് നെഗറ്റീവ്സ് എന്നുള്ളത് വരുന്നത്. ഓക്കെ ആണോ? കാരണം ഒരാൾ ലീവ് ചെയ്ത് പോയിട്ടുണ്ട്, നമ്മൾ അത്രയും ഒരു പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടെലികോമിൻ്റെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യണതാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ട്, ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്, ദെൻ അയാൾ ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി എപ്പോഴും നോക്കുന്നത് ഇയാൾ ചേൺ ചെയ്ത് പോവില്ല എന്നാണ്. കാരണം അവർക്ക് പോസിറ്റീവ് ലീവ് ചെയ്ത് പോവാത്ത ആൾക്കാരാണല്ലോ. കസ്റ്റമേഴ്സ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് റവന്യൂ ഉണ്ടാവുള്ളൂ. സോ അവരുടെ POV അല്ലെങ്കിൽ ഇതിൽ അവർ പോരുത് എന്നാണ് ഇവർക്ക് പോസിറ്റീവ് സൈഡ്. അപ്പോൾ കമ്പനി നോക്കുന്നത് ഇവർ ഫാൾസ് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി പോവില്ല എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്തത്, പക്ഷെ അവർ പോയിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ വി മിസ്ഡ് 191 കസ്റ്റമേഴ്സ് ഹു ആക്ച്വലി ചേൺഡ്. ആ 191 കസ്റ്റമേഴ്സിനെ നമ്മൾ മിസ് ചെയ്യും. എന്ത് കാരണം കൊണ്ട് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഇതിലുള്ള റീസൺസ് കൊണ്ട് ഒരാൾ പോകണമെന്ന് മാത്രം പറയാൻ പറ്റില്ല. റെയർലി വേറെ കണ്ടീഷൻസും വരാം. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൾസ് 172 അല്ലേ, പ്രഡിക്റ്റഡ് ചേൺ ബട്ട് ഡിഡിൻ ചേൺ. അവർ പോവുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായി, പക്ഷെ അവർ ചേൺ ചെയ്തിട്ടില്ല, ലീവ് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, വി വേസ്റ്റഡ് റിസോഴ്സസ് ഓൺ 172 കസ്റ്റമേഴ്സ് ഹു വുഡിൻ ഹാവ് ചേൺഡ്. അപ്പോൾ അവർ റിസോഴ്സസ് ഈ ഒരു ചെയ്ത് പോവാത്ത ആൾക്കാരിൽ റിസോഴ്സസ് വേസ്റ്റഡ് എന്നാണ് ഫൈൻഡ് ചെയ്യുന്നത് ബിസിനസ് ഇമ്പാക്റ്റിൽ. ഓക്കെ, അതൊരു തെറ്റായിട്ടുള്ള പ്രൊഡിക്ഷൻസ് കാരണം, ഫാൾസ് പോസിറ്റീവ്സും ഫാൾസ് നെഗറ്റീവ്സും കാരണം. In churn prediction, false negatives are more costly than false positives. Missing a churning customer, false negative equal to 185 means losing revenue. Missing a churning customer, അതായത് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ട് അയാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു, വൈഫൈയോ അല്ലെങ്കിൽ ജിയോയുടെ ഒരു പുതിയ സിമ്മോ എന്തെങ്കിലും എടുത്തു. ആ എടുത്തതിൽ അയാൾ ചിലപ്പോൾ ഒരു മാസം 1.5 മാസമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടാവും. പക്ഷെ അവർക്ക് കൂടുതൽ ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇവർക്ക് കമ്പനിക്ക് നഷ്ടമല്ലേ. ഒരു ആൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒരു 300 രൂപയാണെന്ന് വയ്ക്കുക. പക്ഷേ ഇവർ ഓഫർ കൊടുത്തപ്പോൾ ഒരു 600 രൂപയ്ക്കോ എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടാവും ടോട്ടലി. സോ ആ 350 രൂപ എക്സ്ട്രാ കൊടുത്തത് ഇവർക്ക് നഷ്ടമല്ലേ. 2 മാസം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇത്ര രൂപയെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, ആ ബഡ്ജറ്റിൻ്റെ മേലെ പോകുമ്പോൾ അത് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത് ഓഫറിൽ. ഓക്കെ, അപ്പം അങ്ങനെ മിസ്സിങ് വരുന്ന കസ്റ്റമേഴ്സ് ഫാൾസ് നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഫാൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അയാൾ പോകുന്നില്ല എന്ന് പ്രഡിക്റ്റ് ചെയ്തു, പക്ഷേ അയാൾ പോയി. ആ ഒരു ടൈപ്പിൽ വരുമ്പോൾ കമ്പനിക്കാണ് നഷ്ടം, ലോസിങ് റവന്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 5% 10% അവിടെ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ നിന്ന് റവന്യൂ 1 മില്യൺ വെച്ചാണെന്നുണ്ടെങ്കിൽ ഫാൾസ് നെഗറ്റീവ്സ് അവിടെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അത്രയും നഷ്ടം വരും. എത്ര റേറ്റ് ഓഫ് ഫാൾസ് നെഗറ്റീവ്സ് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇൻറ്റു 1 മില്യൺ ചെയ്ത് നോക്കുക. അത്രയും കോസ്റ്റ്ലി ആണല്ലോ. ഓക്കെ, അതിൻ്റെ ഫാൾസ് അലാം, ഫാൾസ് പോസിറ്റീവ്സ് ഈക്വൽ ടു 206. ഇത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ വേസ്റ്റഡ് റിസോഴ്സസ് മേലെയാണ്.
ഇപ്പോൾ നമ്മൾ ഒരാൾ പോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു, ദെൻ അയാൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കാണ് ലോസ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസാണ് ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫാൾസ് നെഗറ്റീവ്സ് 191 കസ്റ്റമേഴ്സാണ്. ഇത് നേരെ തിരിച്ചാണ് ഉണ്ട് ജനറേറ്റ് ചെയ്തപ്പോൾ തെറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഒരു കമ്പനി ആ കസ്റ്റമർ ലോസ് ചെയ്ത് പോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുകയാണ്. ബട്ട് സ്റ്റിൽ ഒരു 1 മന്തിലോ 2 മന്തിലോ ആൾ കുഴപ്പമില്ല കഴിയാനായി കഴിയാനായി അപ്പോൾ ആ കസ്റ്റമർ ലോസ് ചെയ്ത് പോവുകയെന്നുണ്ടെങ്കിൽ അത്രയും റിസോഴ്സസ് അവർ ആ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അവർക്ക് വേസ്റ്റേജ് ആണ്. അതാണ് ഫാൾസ് നെഗറ്റീവ്സ് എന്നുള്ള സൈഡിൽ വരുന്നത്. ഓക്കെ, ആൻഡ് വി ഷുഡ് ഒപ്റ്റിമൈസ് ഫോർ റീകോൾ കാച്ചിങ് ആസ് മെനി ചേണേഴ്സ് ആസ് പോസിബിൾ. സോ ഇതാണ് ആ ഒരു പ്രിസിഷൻ റീകോൾ F1 സ്കോർ എന്നുള്ള ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ഓരോ ഫാൾസ് നെഗറ്റീവ്സും കമ്പനീനെ അത്രയും ഇതായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു 1% ആണ് ഫാൾസ് നെഗറ്റീവ്സ് എന്നുണ്ടെങ്കിൽ ആ 1% ഇൻറ്റു 1 മില്യൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ലോസ് 1 മില്യൺ ആണ്. അതിൻ്റെ അത് തന്നെ 24.5% എന്നുള്ള റേറ്റാണ് വന്നിരുന്നത്. 24.5% ഇൻറ്റു 1 മില്യൺ ആണ് ടോട്ടൽ കമ്പനി ലോസ് എന്ന് വിചാരിക്കുക. അപ്പം എത്ര റേറ്റ് ഓഫ് ഫെയിലിയേഴ്സ് അവിടെ വരുന്നുണ്ടോ ആ റേറ്റ് ഓഫ് ഫെയിലിയേഴ്സിനനുസരിച്ചിട്ടാണ് ആ കമ്പനി റവന്യൂ ലോസ് ആവുക. ഓക്കെ, അതുതന്നെയാണ് ഓരോ മോഡൽസിൻ്റെയും പ്രഡിക്ഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ട്രെയിനിങ് ഡാറ്റയിലും ടെസ്റ്റിംഗ് ഡാറ്റയിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ അത്രയും കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ എന്ത് ഇൻഡസ്ട്രിയിലാണോ എന്ത് കമ്പനി ഡാറ്റയിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അത്രയും കോസ്റ്റ്ലി ആയിരിക്കും അതിൻ്റെ ഫാൾസ് പ്രഡിക്ഷൻസ്. നെക്സ്റ്റ് ആ ഒരു ROC കർവ് പ്ലോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഈ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു അൽഗോരിതംസും കൂടി കവർ ചെയ്യാറുണ്ട്. റാൻഡം ഫോറസ്റ്റ്, XGBoost അങ്ങനെയൊക്കെ. അത് ചിലപ്പോൾ ഈ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം എക്സ്ട്രാ കുറച്ച് ടൈമും കൂടി എടുക്കുക. ഇനിയിപ്പോൾ വേറെ ക്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു അൽഗോരിതംസ് കവർ ചെയ്യാൻ. ഓക്കെ, ഇതിപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയില്ലേ.